മുസ്ലിം ലീഗിനെ സാധാരണ മട്ടുവിട്ട് ആഞ്ഞാക്രമിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയും. മുസ്ലിം ലീഗ് അതിന്റെ മതനിരപേക്ഷ സ്വഭാവം കൈവിട്ടുകൊണ്ട് തീവ്ര വിഭാഗങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുകയും പരസ്പരം കൂടിയാലോചിച്ച് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. പിണറായി വിജയന്റെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും ഒക്കെ കൂടിയാലോചനയുടെ ഭാഗമായാണ് ലീഗിൽ സകലതും തീരുമാനിക്കപ്പെടുന്നത്. അവരുടെ രാഷ്ട്രീയ ലൈൻ നിർണ്ണയിക്കുന്നതിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾക്ക് വലിയ പങ്കാളിത്തമുണ്ട് എന്നും അത് ഈ നാടിന്റെ മതനിരപേക്ഷ ആശയത്തെ ആകെ തകർക്കുന്നതാണെന്നും അതിൽ ലീഗാകെയും വീണുപോകുമെന്ന് പിണറായി വിജയൻ പറയുന്നു. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ വൃത്തികേട് ഞങ്ങൾ ചെയ്യില്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ മതനിരപേക്ഷതയെ ഉയർത്തി പ്രശംസിച്ചവർ, അവർക്ക് എല്ലായ്പ്പോഴും സാക്ഷ്യപത്രങ്ങൾ നൽകിക്കൊണ്ടിരുന്നവർ വളരെ പൊടുന്നനെ മുസ്ലിം ലീഗിനെ ആഞ്ഞാക്രമിക്കുന്നു. പാണക്കാട്ട് തങ്ങളെപ്പോലും നിശിതമായ വിമർശനത്തിന് വിധേയമാക്കുന്നു. ഇത് മുസ്ലിം ലീഗ് അതിൻ്റെ വഴി പിഴച്ചു പോയി എന്ന വസ്തുതകളുടെ വിവരങ്ങളുടെ ശരിയായ ബോധ്യത്തിൻ്റെ പിൻബലത്തിൽ CPIM ഒരു മതനിരപേക്ഷ പാർട്ടി എന്ന നിലയ്ക്ക് നിർവഹിക്കുന്ന ദൗത്യമായി മാത്രം നമ്മൾ കണ്ടാൽ മതിയോ? അതോ അതിനപ്പുറത്ത് പുതിയ ചില രാഷ്ട്രീയ സമവാക്യങ്ങളുടെ നിർമ്മിതിക്കായി അന്തരീക്ഷം ഒരുക്കിയെടുക്കുകയാണോ CPIM? 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയത്തിൽ തീക്കളികൾ കളിക്കില്ല എന്ന് ആവർത്തിച്ചു പറയുന്നു CPIMന്റെ PB അംഗവും കേരള മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ. തീക്കളി കളിക്കുന്ന കാര്യം പറയുമ്പോൾ ആരൊക്കെ രാഷ്ട്രീയത്തിൽ വേണ്ടാത്ത കളികൾ, അതിക്രിയകൾ ചെയ്യുന്നുണ്ട് എന്ന ചോദ്യം പ്രസക്തമാണ്. ഈ വിഷയം സംസാരിക്കുന്നു നമ്മൾ ഇന്ന് സ്പെഷ്യൽ എഡിഷനിൽ. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ മുസ്ലിം ലീഗ് നേതാവ് ശ്രീ ഷാഫി ചാലിയം, CPIM സഹയാത്രികനായ ശ്രീ റജി ലൂക്കോ. CPIM ഈ ചർച്ചയ്ക്ക് പ്രതിനിധികളെ അയച്ചിട്ടില്ല. ശ്രീ മുഹമ്മദ് ഹനീഫ രാഷ്ട്രീയ നിരീക്ഷകൻ, അഡ്വക്കേറ്റ് അമീൻ ഹസൻ അഭിഭാഷകൻ, നിരീക്ഷകൻ എന്നിവരാണ് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നത്. ആദ്യം ശ്രീ റജി ലൂക്കോസ്, മുസ്ലിം ലീഗിനെ കുറിച്ചും അതിൻ്റെ മതനിരപേക്ഷ സ്വഭാവത്തെക്കുറിച്ചും അത് ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ മൂല്യങ്ങളെക്കുറിച്ചും നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് CPIM. അതേ CPIM ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് മുതൽ ഇങ്ങോട്ട് നിശിതമായി മുസ്ലിം ലീഗിനെ അത് തീവ്രവർഗീയ ആശയങ്ങളുടെ കുഴിയിൽ വീണുപോയിരിക്കുന്ന നിലയ്ക്ക് വിമർശിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിമർശന സ്വഭാവത്തിലേക്ക് കാര്യങ്ങളെ മാറ്റുന്നതിന് വിവരങ്ങളുടെ, വസ്തുതകളുടെ പിൻബലം ഉണ്ടായിരിക്കണമല്ലോ. അപ്പോൾ CPIMനെ ലീഗിനെ കുറിച്ചുള്ള അഭിപ്രായം മാറാൻ ഇടയാക്കിയ ആ സാഹചര്യം ഏതാണ്? അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അല്ല, തീർച്ചയായിട്ടും CPM മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. കേരളത്തിലെ മതേതര ഭാവം നിലനിർത്തുന്ന ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. ലീഗിനെ അത് നിരീക്ഷണം നിഷാദിന്റെ കറക്റ്റാണ്. ലീഗിനെ ഈ പറഞ്ഞ നമ്മളൊക്കെ ചർച്ചയിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ കേവലം ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പ് വരെ ലീഗിന്റെ മതനിരപേക്ഷതയെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്, ഒരു സംശയമില്ല. പക്ഷെ പൊടുന്നനെ അതെല്ലാം മാറി വർഗീയ ചായ്വുള്ള, തീവ്ര വർഗീയ ചായ്വുള്ളവരുമായിട്ട് കൂട്ടുകൂടി പാലക്കാട് തെരഞ്ഞെടുപ്പ് പോലുള്ള ഘട്ടങ്ങളിൽ പരസ്യമായ രീതിയിൽ കൂട്ടുകൂടി ഇപ്പോൾ അതിനെ പരസ്യമായിട്ട് തള്ളിപ്പറഞ്ഞു. അതിലെന്താ തെറ്റിയിരിക്കുന്നത്? അത് തന്നെയല്ല, അദ്ദേഹം ഇന്നും ഇന്നലെ മാത്രമല്ല, കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ മലപ്പുറത്ത് വെച്ച് തന്നെ അദ്ദേഹം അത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് മലപ്പുറത്ത് നടന്നിരിക്കുന്ന ഈ പറഞ്ഞ പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൽ ഉൾപ്പെടെയുള്ള ആ നിലപാടാണ് പാർട്ടി എടുത്തിരിക്കുന്നത്. അത് കറക്റ്റല്ലേ? സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇനി മതനിരപേക്ഷതയെക്കുറിച്ചോ മതേതരത്തെക്കുറിച്ചോ പറയരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ കൃത്യമാണ്. 10-15 വോട്ടിന് വേണ്ടിയിട്ട് നിലപാട് മാറ്റുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ല CPM എന്ന് പറയുന്നത്. അത് മുഖ്യമന്ത്രി പറഞ്ഞതിനകത്ത് തെറ്റിരിക്കുന്നത്. അത് ഏത് രാഷ്ട്രീയ കക്ഷികളുടെ മതവിഭാഗത്തിലാണെങ്കിലും തീവ്ര വർഗീയ വിഭാഗത്തിലാണെങ്കിലും തള്ളി പറയാനുള്ള ആർജവുള്ള ഒറ്റ പാർട്ടി കേരളത്തിൽ ഇന്ന് CPM മാത്രമേ ഉള്ളൂ. ഇതിനകത്തൊരു കാര്യമുള്ളത് നോക്കൂ, ഈ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതസംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. കൂടിയാലോചിച്ച് നയപരിപാടികൾ തീരുമാനിക്കുന്ന പോലെയുള്ള വിമർശനത്തിന് കുറച്ച് ഗൗരവ സ്വഭാവമുണ്ട്. ഒരു മുന്നണി എന്ന നിലയ്ക്ക് അവർക്ക് മറ്റു പലരും വോട്ട് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ താനൂരിൽ SDPI ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, ലീഗിനെതിരായിട്ടുള്ള മൂവ്മെന്റിന്റെ ഭാഗമായി നിങ്ങളുടെ മന്ത്രി സമ്മതിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരിച്ച് പ്രവർത്തിച്ചതിന്റെ ചരിത്രം CPIMനും നിഷേധിക്കാൻ കഴിയുന്നതല്ലോ. ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അവരുടെ നയപരിപാടികൾ, അവരുടെ പ്രവർത്തന പരിപാടികളെല്ലാം ജമാഅത്തെ ഇസ്ലാമിയോടും SDPIയോടും ഒക്കെ ആലോചിച്ചാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കമ്മിറ്റിയിൽ ഇവരും കാര്യയിരിക്കുന്നു എന്ന മട്ടിലുള്ള വിമർശനം ഉന്നയിക്കുന്നതിന് വിവരങ്ങളുടെ പിൻബലം വേണം. അതെന്താണ്? അല്ല, അത് വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു സത്യമല്ലേ? കാരണം ഇവിടെ ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി ആയിട്ട് PDP ആയിട്ടൊക്കെ ഒരു കാലത്ത് CPMും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സഹകരിച്ചിട്ടുണ്ട്. അവരുടെ തനിതരം പുറത്തായി വന്നപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം പറയാത്ത കാര്യങ്ങളെ വിമർശിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലെ സ്വർണ്ണം പൊട്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം മലപ്പുറം ജില്ലയെ ആക്ഷേപിച്ചെന്നും പറഞ്ഞുകൊണ്ട് അവിടെ വർഗീയപരമായിട്ടുള്ള ചേരിതിരിവിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും CPM ശ്രമിക്കുന്നെന്നും പറഞ്ഞ് രംഗത്ത് വന്ന ആരാ? സാക്ഷാൽ സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അത് തന്നെയല്ല, അതേ രീതിയിൽ ഈ രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിച്ച അദ്ദേഹം
പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിയും എന്താണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടത്തിയത്, എന്താണ് വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടത്തിയത്? പരസ്യമായ ബാന്ധവമല്ലായിരുന്നോ? SDPI പോലുള്ള പ്രസ്ഥാനങ്ങളുമായിട്ട് ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയുമായിട്ട് ഒരേ വേദിയിൽ ഒന്നിച്ചിരുന്നുകൊണ്ട് പ്രചരണങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും അവിടെ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം പ്രകടനമായിട്ട് രംഗത്തിറങ്ങിയത് ആരാ? SDPIയുടെ പ്രവർത്തകരാണ്. അവിടെ എന്താ അവർ ഉയർത്തിയ മുദ്രാവാക്യം? അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിനെ ഇത്ര തീവ്രമായിട്ട് ആഘോഷിച്ച ഒരു പ്രസ്ഥാനമുണ്ടോ? അതിനെ ചോദ്യം ചെയ്യേണ്ട ഒരു കടമ ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ വർഗീയവാദികൾ തലമുക്കി കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കേഷനെ തകർക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ അതിനെതിരെ നെഞ്ചു വിരിച്ച് പറയുന്നത് ഒരു മുസ്ലിം സമുദായത്തിനോടുള്ള വെല്ലുവിളിയല്ല. ആ സമുദായത്തിൽ 95%, 96% മതേതരത്തിൽ വിശ്വസിക്കുന്നവരാണ്. SDPIക്കാർ പാലക്കാട്ട് പ്രകടനം നടത്തിയതുകൊണ്ട് SDPI ഇവരുടെ കൂടെ ഒരുമിച്ച് ഒരു വേദിയിലിരുന്നു എന്ന് പറയുന്നതിൽ എന്ന് പറയാൻ പാടില്ല, അതിൽ പ്രശ്നമുണ്ട്. ഇപ്പൊ നോക്കൂ, കഴിഞ്ഞ ദിവസം താനൂരിൽ അബ്ദുറഹ്മാൻ പറയുന്നത് എന്താണ്? SDPIയുടെ വോട്ട് കിട്ടിയോ? SDPI താങ്കളെ പിന്തുണച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി എന്താണ്? താങ്കൾ കേട്ടതാണല്ലോ. അതായത് മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാൻ ഒരു മുന്നണിയിൽ എല്ലാവരും അണിചേർന്നിരുന്നു എന്ന് വെച്ചാൽ SDPIയെ ഒപ്പം ചേർത്തുകൊണ്ട് മുസ്ലിം ലീഗിനെ തോൽപ്പിക്കുന്നതിൽ രാഷ്ട്രീയമായ ഒരു തടസ്സവും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നില്ല എന്ന് CPIMന്റെ ക്യാബിനറ്റിന്റെ ഭാഗമായിരുന്നുകൊണ്ട് പറയല്ലേ അദ്ദേഹം. അപ്പോൾ അത് സമ്മതിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന് ജമാഅത്തെ ഇസ്ലാമിക്കാർ വോട്ട് ചെയ്യുന്നു, SDPIക്കാർ വോട്ട് ചെയ്യുന്നു എന്നതുകൊണ്ട് അവരൊരു മുന്നണിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, അവരാണ് ലീഗിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് വിമർശിക്കുന്നതിന്റെ കഥ എന്താണ്? സംശയം എന്താ നിഷാദേ കാര്യത്തിൽ? നമ്മുടെ മുമ്പിൽ പരസ്യമായ രഹസ്യമില്ല. അതല്ല ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ഇതൊരു വളരെ ഒരു വൈറ്റ് പേപ്പർ പോലെ ക്ലിയറായ സംഭവമല്ലേ? ഇപ്പം ഞാൻ മറ്റു ചില കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം അത് പറയേണ്ട ഒരു വേദി അല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പറയാനാണെങ്കിൽ ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഇവിടെ അബ്ദുറഹ്മാൻ പറഞ്ഞതിനകത്ത് തെറ്റിരിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇത്തരം സംഭവവാസങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. മുസ്ലിം ലീഗും BJPയും അതുപോലെ തന്നെ കോൺഗ്രസുമായിട്ട് കോലിബി എന്നും പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് ഐക്യമുണ്ടാക്കി വടകരയിലും അതുപോലെ തന്നെ ബേപ്പൂരും മത്സരിച്ചൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ ലീഗ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഉളുപ്പുണ്ടായിട്ടുണ്ടോ അവർക്ക്? അവരെന്തിനാണ് ഈ രീതിയിലുള്ള നാടകങ്ങൾ കളിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ? അവർക്കൊരു മതേതര ഭാവവും മതേതര എന്താ പറയുക ഒരു ആക്സെപ്റ്റൻസ് കേരള സമൂഹത്തിലുണ്ടായിരുന്നു. ഞാനൊക്കെ എത്രയോ പ്രാവശ്യം ഈ ലീഗിനെ പ്രകീർത്തിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ പോലും വരികയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. കാരണം മുസ്ലിം ലീഗ് പോലൊരു മതേതര സംഘടന കേരളത്തിൽ നിലനിൽക്കേണ്ട ആവശ്യമാണ്. അതിന് നേതൃത്വത്തിന് പറ്റിയിരിക്കുന്ന അപജയത്തെ ചൂണ്ടിക്കാണിക്കുന്നതിന് പിണറായി വിജയൻ എന്താ തെളിവിന്റെ പേരിലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥിരിക്കുന്നത്? ഞാൻ പിന്നെയും ചോദിക്കുന്നത് അതാണ്. എന്റെ പിന്നെയും ചോദ്യം നോക്കൂ, ലീഗ് ഒരു ഈ പറയുന്ന ആളുകളൊക്കെയാണ് ലീഗിനെ ഡ്രൈവ് ചെയ്യുന്നത് എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾക്ക് എന്തുമാത്രം ഫാക്സിന്റെ പിന്തുണയുണ്ടെന്നാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഒരു സാമുദായിക സംഘടനയാണ്. ആ സംഘടന എത്രയോ കാലം മുൻപ് ഉണ്ടാക്കിയതും ഒരേ നയനിലപാടിൽ തുടർന്നു വരുന്ന ഒന്നുമാണ് അത്. അതുമായി അതിൻ്റെ ഓർഗനൈസേഷൻസുമായിട്ട് നിങ്ങൾ ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതിൻ്റെ അന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയാണ് CPIMനെ ആ കാലത്ത് ഡ്രൈവ് ചെയ്തത് എന്നാരെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടോ? അന്നത്തെ കാലത്ത് CPIMന്റെ മുഴുവൻ നയപരിപാടികളെയും സ്വാധീനിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്ത് നിർവഹിച്ചു പോന്നിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണോ? എവിടെയെല്ലാം ഒരുമിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരിച്ചിരുന്നു, ഒരുമിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സർട്ടിഫൈ ചെയ്യുന്നത് കണ്ടു. ജമാഅത്തെ ഇസ്ലാമി സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടിൽ ഞങ്ങൾക്ക് ചേർന്ന് അണിനിരക്കാൻ കഴിയുന്ന സംഘടനയാണ് എന്ന് നിങ്ങളുടെ ഏതെല്ലാം നേതാക്കൾ പറഞ്ഞു. ഒരേ പാതയിൽ നീങ്ങിയല്ലോ. അന്ന് CPIMന്റെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണോ? ജമാഅത്തെ ഇസ്ലാമിക്ക് സമ്പൂർണ്ണമായും CPIM വഴിപ്പെട്ടിരുന്നോ? അല്ല നിഷാദ്, കേവലം 1-2 മാസങ്ങൾക്ക് മുമ്പ് മാത്രമുള്ള ഒരു കഥ ഞാൻ പറയാം. നിഷാദ് ഇവിടെ വളരെ ലളിതമായിട്ട് നിഷ്കളങ്കമായിട്ട് ജമാഅത്തെ ഇസ്ലാമി ഒരു ആത്മീയ സംഘടന മാത്രമാണ്, വർഗീയ തീവ്രവാദ പ്രസ്ഥാനം അല്ല എന്ന് സ്ഥാപിക്കാനായിട്ട് ഇപ്പോൾ ഈ ചോദ്യത്തിലൂടെ ശ്രമിച്ചല്ലോ. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട AP വിഭാഗത്തിൽപ്പെട്ട അവരുടെ ഉസ്താദുക്കളും നേതാക്കന്മാരും ഈ പറയുന്ന ഒരു സംഘടന ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിലാണെന്നും പറഞ്ഞു വ്യായാമ മുറകളെല്ലാം കേരളത്തിൽ കാണിച്ചപ്പോൾ അതിനെ തള്ളി പറഞ്ഞുകൊണ്ട് അവരുടെ ലക്ഷ്യം വർഗീയപരമാണെന്നും മതപരമല്ലെന്നും അതിന് ദുരൂഹതയുണ്ടെന്നും പറഞ്ഞ് രംഗത്തിറങ്ങി ഞങ്ങളാണോ സാക്ഷാത് കുഞ്ഞാലിക്കുട്ടി കേരള ആദരവോടെ അന്ന് ഞാൻ അദ്ദേഹത്തെ നിങ്ങളാണ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് വ്യായാമം സംഘം കുഴപ്പമാണ് എന്ന സന്ദേശം സംശയം ആദ്യം ഉയർത്തുന്നത്. പിന്നാലെ അവർ ഏറ്റെടുക്കുന്നു, അവർ അതിന്റെ വേറെ വഴിക്കുള്ള വിമർശനമായിട്ട് രംഗത്ത് വരുന്നു. പിന്നീട് നിങ്ങൾ അതിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നു. ഇതല്ലേ ഉണ്ടായത്? അങ്ങനെയല്ല. മെക്സവണെ കുറിച്ച് അതിന്റെ ദുരൂഹമായിട്ടുള്ള 1-2 പേര് നിരോധിച്ച വെൽഫെയർ സംഘടനയെ പിന്നീട് ആളുകൾ അതിന്റെ അഡ്മിനായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് സംശയത്തിന് നിഴലിലാണ് അത് ക്ലിയർ ചെയ്യണമെന്ന് മോഹൻ മാഷ് പറഞ്ഞതിലെന്താ തെറ്റിരിക്കുന്നത്? അതൊക്കെ പതിവായിട്ട് പറയുന്നില്ല. വർഗീയ ശക്തിയിൽ അതിനെതിരെ പറയാനുള്ള സംശയം അങ്ങനെ തോന്നുന്നതിനെ കുറിച്ചെല്ലാം തീവ്രവാദ സംശയം ഉന്നയിക്കാൻ പി മോഹൻ മാഷ് കഴിയും. അതിൽ അദ്ദേഹത്തെ പഴിക്കേണ്ടതില്ല എന്ന് താങ്കൾക്ക് തോന്നും. അങ്ങനെ എല്ലാത്തിനെ കുറിച്ചും സംശയം ഉന്നയിക്കാനും സംശയത്തിന് നിഴലിൽ നിർത്താനും പി മോഹൻ മാഷിക്ക് അവകാശവും അർഹതയുണ്ട് എന്നൊക്കെ വിചാരിക്കേണ്ടതില്ല. അങ്ങനെ വിചാരിക്കുന്നത് കുഴപ്പം പിടിച്ചൊരു വിചാരമാണ്. ഞാനൊന്ന് താങ്കളിലേക്ക് വരാം. എന്നോടൊപ്പം ശ്രീ ഷാഫി ചാലിയും ചോദിച്ചോ. ഒറ്റ കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ സമസ്തയുടെ AP വിഭാഗം
ആദ്യമായിട്ട് രംഗത്ത് വന്ന അതിന്റെ ഒരു ഉസ്താദ്, അദ്ദേഹത്തിന്റെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി, ഒരു ആത്മീയാചാര്യന, അവരുടെ യുവജന സംഘടന പരസ്യമായിട്ട് 3 തവണ പത്രസമ്മേളനം നടത്തി. ഈ പറയുന്ന ആര് വാർത്താ സമ്മേളനം നടത്തിയാലും ആരുന്നയിച്ചാലും ഏത് പരമപവിത്ര വ്യക്തിത്വം ഏത് ആക്ഷേപം ഉന്നയിച്ചാലും ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് തെളിവുകളുടെ പിൻബലം ഉണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് കാര്യം പറയാൻ വസ്തുതകളുടെ പിൻബലം ഉണ്ടാവണം. അതില്ലാതെ ഉന്നയിക്കുന്ന ആളുകൾക്ക് എന്തോ പ്രാധാന്യമുണ്ട് എന്ന മട്ടിൽ അവതരിപ്പിക്കല്ലേ. ഞാൻ വരാം. അല്ല, ശ്രീ ഷാഫി ചാലിയം, നിങ്ങളെ കൂടി വലിയ മഹബത്ത് ഉണ്ടായിരുന്നു CPIM-ന്. പലകുറി അത് പറയുന്നത് കേട്ടിട്ടുണ്ട്. നിയമസഭയിൽ പോലും ലീഗ് ഇല്ലെങ്കിൽ ഉണ്ടോ ഈ മുന്നണി, ലീഗിന്റെ കരുത്തിലല്ലേ നിൽക്കുന്നത്, ലീഗിനോട് ഞങ്ങൾക്ക് വിയോജിപ്പില്ല എന്ന് പിണറായി വിജയൻ പോലും സർട്ടിഫൈ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയും ലീഗ് ഒരു വലിയ അപകടത്തിന്റെ തീവട്ടി എടുത്ത് പിടിച്ചിരിക്കുന്നു എന്ന മട്ടിൽ വിമർശനം ഉന്നയിക്കുകയാണ്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി എന്ന മതസംഘടനയുമായി നിങ്ങൾ വല്ലാത്ത ബാന്ധവം ഉണ്ടാക്കിയിരിക്കുന്നു. അത് കുഴപ്പത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോവുക, നാടിനെ കൊണ്ടുപോവുക എന്നാണ് അവരുടെ വാദം. അപ്പൊ ഈ നയം മാറ്റം, സമീപന മാറ്റം പൊടുന്നനെ എങ്ങനെ സംഭവിച്ചു എന്നാണ് ലീഗ് മനസ്സിലാക്കുന്നത്? അല്ല, കഴിഞ്ഞ ഒരാഴ്ചയായി കൃത്യമായി ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളായ ഞങ്ങൾ നിലപാട് വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. കാരണം ഇപ്പം മുസ്ലിം ലീഗിനെ, ജമാഅത്തെ ഇസ്ലാമിയെ, ചില മുസ്ലിം സംഘടനകളെ അവർക്കെതിരെ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ട് വേറെ ആരെയോ ഒരു പിന്തുണയാണ് പ്രതീക്ഷിക്കുന്നത്. സത്യത്തിൽ ആ പിന്തുണ ഒന്നും അവർക്ക് കിട്ടാൻ പോകുന്നില്ല. അതാണ് ഇതിൻ്റെ കാതൽ. ഇങ്ങനെ ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഒക്കെ ഒരു അതിഭീകര സംഘടനയാക്കി ഇവർ വാഴ്ത്തുമ്പോൾ ജമാഅത്തുമായി ഇവരുടെ സഹവാസം എത്ര കാലം ഉണ്ടായിരുന്നു എന്നത് മലയാളിക്ക് അറിയാവുന്നതാണ്. CPM എന്ന പാർട്ടിക്ക് അകത്തുള്ളവർക്ക് അറിയാവുന്നതാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പൊതു സ്വഭാവവും പ്രവർത്തന രീതിയും എന്താണെന്നുള്ളത് CPM-ലുള്ള മുസ്ലിങ്ങളോട് ചോദിച്ചാൽ മതി. വളരെ കൃത്യമാണ്. അവരുമായി ആശയവ്യത്യാസം ഞങ്ങൾക്കുണ്ട്. CPM-മായി നമുക്ക് ആശയവ്യത്യാസമുണ്ട്. അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾക്ക് ആശയവ്യത്യാസമുണ്ട്. അത് വെച്ചിട്ട് വലിയൊരു ഭീകര സംഘടനയാക്കി അതിഭീകരം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണ് അതിഭീകര സംഘടനയുമായുള്ള നിങ്ങളുടെ നിലപാട് മാറിയത് എപ്പോഴാണ്? ഏത് കമ്മിറ്റിക്ക് ശേഷം, ഏത് പാർട്ടി കോൺഗ്രസിന് ശേഷം? ഒരു സംഘടനയെ തള്ളി പറയുകയാണെങ്കിൽ പാർട്ടി ആദ്യം എന്ത് ചെയ്യും? കഴിഞ്ഞ കാലങ്ങളിൽ അവരുമായി ബാന്ധവമുണ്ടാക്കിയത് ഇവിടെ റെജി ലൂക്കോസ് സമ്മതിച്ചു. ഞങ്ങൾക്ക് മുമ്പ് PDP-യുമായും ജമാഅത്ത് ഇസ്ലാമിയെയും ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ അപകടം മനസ്സിലാക്കി ഞങ്ങൾ ഒഴിവാക്കി. ഇവിടെ PDP ഇവിടെ ഒഴിവായത്? PDP ഇപ്പോഴും നിങ്ങളെ ഒക്കത്ത് തന്നെ ഉള്ളത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും PDP-ന്റെ ഉദയസൂര്യൻ ചിഹ്നമുള്ള പതാക പാലക്കാട്ടും അതുപോലുള്ള മറ്റു സ്ഥലങ്ങളിലൊക്കെ പാറിക്കളിച്ചതാണ്. മനസ്സിലാക്കണം. PDP എപ്പോഴും അപ്പുറമുള്ളത്. അപ്പോൾ നിങ്ങൾ പാർട്ടി യോഗം കൂടി സാധാരണ എന്ത് ചെയ്യാണ്ട് ഒരു നയനിലപാട്, ഒരു നയം തിരുത്തുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുമായി ഇത്രയും കാലം നമ്മൾ ബന്ധമുണ്ടാക്കിയതും അവർക്ക് ഗവേണിംഗ് ബോഡിയിലൊക്കെ അംഗത്വം കൊടുത്തതും തെറ്റായിരുന്നു. ആ തെറ്റ് ഞങ്ങളിതാ തിരുത്തുന്നു. അങ്ങനെ ഒരു വരി, ഒരു പ്രമേയം ഏതെങ്കിലും സംസ്ഥാന ഘടകത്തിലോ പാർട്ടി കോൺഗ്രസിലോ നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇവിടെ റെജി സ്ഥിരം പറയുന്ന കുറേ കാര്യങ്ങൾ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടത് അതൊന്നും പുതിയതായി ഒന്നില്ല. 2 നിരീക്ഷകന്മാരോടെ ഉണ്ട്. മുസ്ലിം ലീഗ് അതിന് മറുപടി പറയുന്നില്ല. ഞാൻ 2 നിരീക്ഷകന്മാർക്കും വിട്ടുകൊടുക്കുകയാണ്. പക്ഷേ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിഷാദ് റാവുത്തറെ ശ്രദ്ധയിലേർപ്പെടുത്തുകയാണ്. മലപ്പുറം ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒരു മതേതര മലപ്പുറം മുന്നോട്ട് എന്ന് പറഞ്ഞ് ഒരു സ്മരണികയുണ്ടായി. ആ സ്മരണികയിൽ CPM-ന്റെ മുതിർന്ന നേതാവ് പാലുളി മുഹമ്മദ് കുട്ടി അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖമുണ്ട്. ആ അഭിമുഖം വായിക്കുമ്പോഴാണ് സത്യത്തിൽ CPM എന്തോ ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട്. പാലുളിയെ രംഗത്തിറക്കിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ കേട്ട എന്താ പറയുന്നത് നിങ്ങൾ? വളരെ കൃത്യമാണ്. പാകിസ്ഥാന് വേണ്ടി ഏറ്റവും കൂടുതൽ നിലകൊണ്ടത് മലപ്പുറത്തുള്ള മുസ്ലിം ലീഗുകാരാണ്. കേൾക്കണം. പാകിസ്ഥാൻ വാദം ഉയരുന്ന കാലത്ത് മലപ്പുറം ജില്ല തന്നെ ഇല്ല. പിന്നെ KM സിരി സാഹിബും സത്താർ സേട്ട് സാഹിബുമായിരുന്നു എന്താണ് ഈ പാകിസ്ഥാൻ വാദത്തെ അനുകൂലിച്ച് വന്നു എന്ന് മാത്രമല്ല, അതിനവർ പറഞ്ഞത് ഹിന്ദുക്കൾ ഭരിക്കുന്ന ഒരു രാജ്യത്ത് മുസ്ലിമിന് ജീവിക്കാൻ കഴിയില്ല. ആര്? സിരി സാഹിബ് പറഞ്ഞത്രേ. പാലുളി മുഹമ്മദ് കുട്ടി പറയാണ്. കാരണം ഹിന്ദുക്കൾ ഭരിക്കുന്നിടത്ത് മുസ്ലിമിന് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. കാരണം ചാണകം മുസ്ലിങ്ങൾക്ക് നജസാണ്, അശുദ്ധമാണ്. എന്നാൽ ഹിന്ദുക്കൾക്ക് അത് പുണ്യമാണ്. പിന്നെ പറയുന്നു ഹിന്ദുക്കൾ ഇടത്തോട്ട് മുണ്ടൊടുക്കുന്നു, എന്നാൽ മുസ്ലിങ്ങൾ വലത്തോട്ടേക്കാണ് മുണ്ടൊടുക്കുന്നത്.
എങ്ങനെ നമുക്ക് ഹിന്ദുക്കളുമായി യോജിച്ചു പോകാൻ കഴിയും? KM സീതി സാഹിബ് പറഞ്ഞു എന്നാണ് ഈ പാലോളി മുഹമ്മദ് കുട്ടി ഇതിൽ പറയുന്നത്. എന്തൊരു അസംബന്ധമാണിത്, എന്തൊരു അധിക്ഷേപമാണിത്. ആരാണ് KM സീതി സാഹിബ്? കേരള മുസ്ലിങ്ങളുടെ നവോത്ഥാനത്തിൻ്റെ നായകൻ മാത്രമല്ല, ഐക്യ കേരളത്തിൻ്റെ ശില്പിയാണ്, വലിയ സാംസ്കാരിക നായകനാണ്, വലിയ സാഹിത്യകാരനാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും പ്രസംഗം പരിഭാഷപ്പെടുത്തിയ വ്യക്തിയാണ്. കേരളം ആദരവോടെ കാണുന്നതാണ്. KM സീതി സാഹിബിൻ്റെ ജീവിതം പാഠ്യപദ്ധതിയിൽ വരെ ഇവിടെയുണ്ട്. ആ മനുഷ്യൻ ഇമ്മാരി നെറികെട്ട വർത്താനം പറയുമെന്ന് മൂക്ക് താഴോട്ടുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ? എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ? എന്തെങ്കിലും ഒരു റെഫറൻസ് വേണ്ടേ? ഇത് പാലോളി മുഹമ്മദ് കുട്ടിക്ക് വിജയരാഘവന്റെ ജ്വര ബാധിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ വിജയരാഘവനെ പോലുള്ളവർ പാലോളി മുഹമ്മദ് കുട്ടിയുടെ അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്? ഇവിടെ ടൂളായി ഉപയോഗിക്കുകയാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? മുസ്ലിങ്ങൾ വലത്തോട്ട്, സീതി സാഹിബ് വലത്തോട്ടാണ് തുണിയെടുക്കാറ്, CH മുഹമ്മദ് കോയ വലത്തോട്ടാണ് തുണിയെടുക്കാറ്. അത് പറയുന്നത് നിങ്ങൾക്ക് PK കുഞ്ഞാലിക്കുട്ടി വലത്തോട്ടാണ് തുണിയെടുക്കാറ്, ഞാൻ വലത്തോട്ടെടുക്കല്. ഇത് ഈ തുണി എടുക്കുന്ന ദിശ നോക്കി ഈ നാട്ടിൽ സ്പർദ്ധ ഉണ്ടാക്കല്ലത്. അങ്ങനെ ഒന്നും ഉണ്ടോ അവിടെ? ഏതെങ്കിലും മദർസിൽ തുണി എങ്ങോട്ടാ എടുക്കേണ്ടതെന്നുള്ളത് നമ്മളാരെയും പഠിപ്പിക്കുന്നുണ്ടോ? ഈ പറയുന്നതിന്റെ തോന്നിയാസം എത്ര നോക്കാം. ഇന്നിപ്പോ പാകിസ്ഥാൻ വാദികളാക്കാൻ ഞങ്ങളെ എന്തായിരുന്നു ഈ നിങ്ങൾക്കറിയോ? ഈ ലാഹോർ പ്രമേയത്തിന് ശേഷം ആ പ്രമേയത്തിന് പിന്തുണ കിട്ടാൻ ലിയാഖത്ത് അലി ഖാന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം മലബാർ സന്ദർശിച്ചിരുന്നു. ആ സംഘത്തെ കോഴിക്കോട്ട് സ്വീകരിച്ചത് മഞ്ജുനാഥ റാവു എന്ന CPM-കാരനാണ്. ആ സംഘത്തെ വടകരയിൽ മാലയിട്ട് സ്വീകരിച്ചത് MK കേളുവാണ്, കേളുവേട്ടനാ. അന്ന് ലിയാഖത്ത് അലി ഖാന്റെയും ജിന്നയുടെയും പാകിസ്ഥാൻ വേണമെന്ന ആശയത്തെ പിന്തുണച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ പാലോളിന്റെ പാർട്ടിയാ. അന്നത്തെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി PC ജോഷി, അദ്ദേഹം ജിന്ന ഗാന്ധി സംഭാഷണം അത് പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു പ്രമുഖമായ ഒരു ആർട്ടിക്കിൾ എഴുതി. അത് പുസ്തകമായിട്ട് വിപണിയിലുണ്ട്. ദേ മസ്റ്റ് മീറ്റ് അഗൈൻ എന്നാണ് അതിന്റെ പേര്. PC ജോഷി എഴുതിയ പുസ്തകം. ആ പുസ്തകത്തിൽ ജിന്നയുടെ വാദത്തെ, ലീഗിന്റെ വാദത്തെ അനുകൂലിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, ഇവർ ചെയ്തു കൂട്ടിയ തോന്നിയാസം എന്താണെന്ന് ഇപ്പൊ പറഞ്ഞു. ഈ പേര് പറഞ്ഞ ഇപ്പൊ ഞങ്ങളെ നേരെ വരികയാണ്. ഈ പാകിസ്ഥാൻ വാദത്തിന് മാത്രമല്ല, രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായി, സോവിയറ്റ് യൂണിയൻ ബ്രിട്ടീഷ് അമേരിക്കൻ ചേരിയിലേക്ക് മാറി. അതോടുകൂടി കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ യുദ്ധം എന്നായി. ആ കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കണം, ഈ കേരളത്തിൽ ഇന്ത്യയിൽ അന്ന് ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുക, കോൺഗ്രസിന്റെ ക്വിറ്റ് ഇന്ത്യ കോൺഗ്രസ് സമരം നടക്കുമ്പോൾ മഹാത്മാഗാന്ധി തൊട്ട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരെ കൊണ്ടുപോയി ജയിലിലിടുകയാണ്. ഈ ജയിലിലിടുന്ന സമയത്ത് കോൺഗ്രസിനെ മുഴുവൻ ഒറ്റിക്കൊടുക്കുന്ന ആളുകളെ പണിയായിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിച്ചത്. അതിന്റെ പേരിൽ അവരുടെ പാർട്ടിയുടെ നിരോധനം വരെ പിൻവലിക്കപ്പെട്ടു. മാത്രമല്ല, ആ കാലത്ത് ഇവിടെ ഇന്ത്യ സന്ദർശിച്ച ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി R ഹാമിദത്ത്, അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായ ഡെയിലി വർക്കറിന്റെ പത്രാധിപർ ഹാരി പോളിറ്റിയും ഇന്ത്യയിലെത്തുകയാണ്. എന്നിട്ട് ബ്രിട്ടീഷുകാരെയും കമ്മ്യൂണിസ്റ്റുമാരുമായി ഇടനിലക്കാരായി ചർച്ച നടത്തി കോടിക്കണക്കിന് ഉറുപ്പിക കൊടുത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ബ്രിട്ടീഷുകാരൻ എന്താണ്, കോൺഗ്രസ്സുകാരെ ഒറ്റണം. പിന്നെ എന്താ ചെയ്തത്? ആ പണം ഉപയോഗിച്ചിട്ടാണ് ഒന്നാം പാർട്ടി കോൺഗ്രസ് ബോംബെയിൽ നടത്തിയത്. ആ പണം ഞാൻ തീർക്കട്ടെ. രണ്ടാമത്തേത്, ഈ മലപ്പുറം ജില്ലയ്ക്ക് മലപ്പുറത്തുകാരാണ് പാകിസ്ഥാന് വേണ്ടി വാദിച്ചത് എന്ന പുതിയ ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുക വഴി. നിഷാദ്, ഞാൻ ഈ പറഞ്ഞത് അവസാനിപ്പിക്കാൻ എനിക്ക് 1 മിനിറ്റ് കൂടി തരണം. 1 മിനിറ്റ് പ്ലീസ്, ഒറ്റ മിനിറ്റ്. പറഞ്ഞത് ഒന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ. 4 പത്രം, ദേശാഭിമാനി അടക്കം, തമിഴ്നാട്ടിലെ തീക്കതർ, ഗണശക്തി, ന്യൂ ഏജ്, 4 പത്രം തുടങ്ങിയത് ആ പൈസക്ക. പാർട്ടി കോൺഗ്രസ് നടത്തിയത് ആ പൈസക്കാണ്. മാത്രമല്ല, EMSന്റെ ഇസം എന്ന പേരിൽ പ്രശസ്തനായ KM ചുമ്മാർ എഴുതിയ പുസ്തകത്തിൽ EMS സമ്മതിക്കേണ്ട പണം വാങ്ങിയ കേസ്. ബ്രിട്ടീഷുകാർ, കോൺഗ്രസ്സുകാരെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റിക്കൊടുത്ത് പൈസയും വാങ്ങി താൻ പത്രം ഉണ്ടാക്കി. ആ കാലത്തെ എല്ലാ ലീഗിന്റെ വാദങ്ങളെയും പിന്തുണച്ചവർ ഇന്ന് വന്ന് പാകിസ്ഥാൻ പറഞ്ഞ ഞങ്ങളെ മെക്കിട്ട് കയറുകയാണ്. മുഹമ്മദ് ഹനീഫ, ഇതിനകത്ത് ഇപ്പോൾ മുസ്ലിം ലീഗ് ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദത്തിന്റെ വഴിയിലേക്ക് പോകുന്നു എന്ന ആക്ഷേപം ഈ സമീപകാലത്തായി കൂടുതൽ ഉച്ചത്തിൽ CPIM ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനു മുമ്പുള്ള ചരിത്രവും ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇവർ ഈ കാര്യം പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ അവരുടെ പൂർവ്വകാല ബന്ധത്തെക്കുറിച്ച് പറയാം. സത്യത്തിൽ CPM എന്താണ് ഇതിൽ നിന്ന് കാണുന്നതെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇപ്പോൾ കഴിഞ്ഞ അവസാനിച്ച തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ അതിലെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് മനസ്സിലാക്കി ചില പ്രത്യേക വിഭാഗങ്ങൾ, എസ്പെഷ്യലി മൈനോറിറ്റി,
നമ്മുടെ ഒരു വിശ്വാസ്യതയുടെ സ്പേസിൽ പോയി കഴിഞ്ഞിരിക്കുന്നു. അവരെ ഇനി തിരിച്ചു കിട്ടുക പ്രയാസമാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള കോർ വോട്ട് ബാങ്കിൽ നിന്ന് ചില ആളുകൾ ഇറങ്ങിപ്പോകുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ പുതിയൊരു സമവാക്യം സൃഷ്ടിക്കുക പ്രധാനമാണ് എന്ന് CPM കരുതുന്നു. ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കുക മെജോറിറ്റിയുടെ ഇടയിൽ. അതിന് ഒരു പുതിയ ഒരു തന്ത്രം പയറ്റേണ്ടിയിരിക്കുന്നു. പണ്ട് പറഞ്ഞതൊക്കെ തന്നെയും കുറച്ചുകൂടി ഉച്ചത്തിൽ ഉന്നയിക്കേണ്ടതുണ്ട് എന്ന് CPM വിചാരിക്കുന്നു. അങ്ങനെ അവരൊരു പുതിയ മെത്തഡോളജി ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വിജയരാഘവൻ സംസാരിക്കുന്നു, പിണറായി വിജയൻ സംസാരിക്കുന്നു, പാലോളി സംസാരിക്കുന്നു എന്നാണോ കാണേണ്ടത്? കൃത്യമായ ഒരു ആസൂത്രിതമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് സംസാരിക്കുകയാണ്. അത് അബദ്ധത്തിൽ വിജയരാഘവൻ്റെ സ്വസിദ്ധമായ വർഗീയത കൊണ്ടോ അല്ലെങ്കിൽ പി മോഹൻ മാഷുടെയോ അല്ലെങ്കിൽ പി ജയരാജൻ്റെയോ അങ്ങനെയല്ല. അത് MV ഗോവിന്ദൻ മാഷടക്കം ശ്രീ പിണറായി വിജയനടക്കം പറയുന്നത് പാർട്ടിയുടെ ഒരു സുചിന്തിതമായ അഭിപ്രായമാണ്. അവരുടെ ഒരു വളരെ കൃത്യമായ തീരുമാനത്തിൻ്റെ ഭാഗമായി പറയുന്നതാണ്. അവർ 87 തെരഞ്ഞെടുപ്പ് ആവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 87 തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത്, അതിനെങ്ങനെയാണോ വർഗീയ ധ്രുവീകരണം കേരളത്തിൽ സംഘടിപ്പിച്ചത്, അതിൻ്റെ അതേ പാതയിലാണ് ഇപ്പോൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ കൃത്യമാണ്. 87 ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്ന് അതിനെക്കുറിച്ച് പറയാൻ മുസ്ലിം ലീഗും അതിൻ്റെ നേതാക്കളും അല്ലെങ്കിൽ അതിൻ്റെ സൈദ്ധാന്തികരും ആ പക്ഷത്തുള്ള ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് പൊതുസമൂഹത്തിൽ പലരും അത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്ത് അക്കാലത്ത് ഉണ്ടായിരുന്ന പലരും പിന്നീട് 87 CPMൻ്റെ പ്രോജക്റ്റ് എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ഇന്ന് വളരെ വിശദമായി പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പുസ്തകങ്ങളടക്കം NP ചെക്കുട്ടിയുടെ അടക്കം പുസ്തകങ്ങളിലടക്കം അത്തരം കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ഇന്ന് മാത്രമല്ല, ഇന്ന് ഇടതുപക്ഷത്ത് തന്നെയുള്ള ഇടതുപക്ഷ സഹയാത്രികർ തന്നെ ആയിട്ടുള്ള ആളുകൾ ഇപ്പോഴുള്ള ഈ ധ്രുവീകരണ പദ്ധതിയെ എതിർക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അതിൻ്റെ അപകടത്തെക്കുറിച്ച് സൂചനകൾ നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് പാർട്ടി ഒന്നടങ്കം എടുത്തൊരു തീരുമാനത്തിൻ്റെ ഭാഗമായി തുടർഭരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വളരെ കൃത്യമായ ഒരു ആസൂത്രിത പദ്ധതി എന്ന നിലയിൽ തന്നെയാണ് കാണേണ്ടത്. അതുകൊണ്ടാണ് അതിൽ പാലോളി മുഹമ്മദ് കുട്ടിക്കൊക്കെ കക്ഷി ചേരേണ്ടി വരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം വിശ്രമ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ തീർത്തും അനാവശ്യമായ പരാമർശങ്ങൾ നടത്തേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഷാഫിയോട് സൂചിപ്പിച്ച പോലെ ഈ 47 അല്ലെങ്കിൽ പാകിസ്ഥാൻ രൂപീകരണ കാലത്ത് മലപ്പുറം ജില്ലയില്ല, കേരളം തന്നെയും ഇല്ല. ആ കാലത്ത് മലപ്പുറം ജില്ലയിൽ നിന്ന് പിന്തുണ ഉണ്ടായി എന്നുള്ളതിന് വസ്തുതാപരമായ യാതൊരു പിൻബലവുമില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ യാതൊരു വസ്തുതാപരമായ പിൻബലവും ഇല്ലാത്ത, വസ്തുതാപരമായി നമുക്കൊരു പൊതുസമൂഹത്തിൽ സംവദിക്കാൻ കഴിയുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിലേ അല്ല ഈ സംവാദങ്ങൾ ഉണ്ടാകും. ഇന്ന് തന്നെ പിണറായി വിജയൻ പറഞ്ഞ വാചകങ്ങൾ, രണ്ട് കാര്യങ്ങൾ. അദ്ദേഹം പൊതുസമൂഹം അല്ലെങ്കിൽ കേരളത്തിലെ ജനാധിപത്യ സമൂഹം CPMനോട് പറയാൻ ആഗ്രഹിക്കുന്ന വാചകങ്ങൾ അദ്ദേഹം തിരിച്ചു പറയുകയാണ് ചെയ്യുന്നത്. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചറ്റത്തരം ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് മറുവശത്തുള്ളവർ ചെയ്യുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വർഗീയ ശക്തികളുമായി യാതൊരു ബന്ധവും ഉണ്ടാക്കില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 4 വോട്ടിന് വേണ്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണ് ദുർബലപ്പെടുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷം തന്നെയാണ് ദുർബലപ്പെടുന്നത് എന്ന വസ്തുത തിരിച്ചറിയുന്നില്ല എന്നതാണ് പ്രധാനം. കേരളത്തിലെ ഇടതുപക്ഷം നിലനിൽക്കണം എന്ന് ജനാധിപത്യവാദികൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ബലാബലം നിലനിൽക്കണം എന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം ശരിയാണ്, അല്ലെങ്കിൽ UDFൻ്റെ രാഷ്ട്രീയം ശരിയാണ് എന്നതുകൊണ്ടല്ല ഈ രണ്ട് ശക്തികൾ നിലനിൽക്കണം എന്ന് പറയാം. അത് ശരിയും തെറ്റും ഉണ്ടാവാം, എന്നാൽ ഈ ബലാബലം നിലനിൽക്കണം എന്നുകൊണ്ടാണ്. പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഈ ബലാബലം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക്, മറ്റൊരു തരത്തിലേക്ക് BJP അതുപോലുള്ള സംഘപരിവാർ ശക്തികൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ബലാബലത്തിലേക്ക് കടന്നു വരുന്നു. ആ കടന്നു വരുന്നത് നമുക്ക് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടുള്ള കണക്കുകൾ പരിശോധിച്ചാൽ അത് വളരെ വ്യക്തമാണ്. നമുക്ക് ഈ 87 തന്നെ സംഭവിച്ചത് നോക്കൂ. 87, 82 നിന്ന് 87 എത്തുമ്പോൾ BJPയുടെ വോട്ട് ശതമാനം ഇരട്ടിയാവുകയാണ്. വോട്ട് വിഹിതം ഇരട്ടിയാവുകയാണ്. അത് പിന്നീട് ഏകദേശം 2016 വരെ അത് തുടർച്ചയായി ഒരേ അക്കത്തിൽ നിന്ന് 5-നും 6-നും ഇടയിൽ നിന്ന വോട്ട് വീതം 2016 കുതിച്ചു കയറുന്നുണ്ട്. അത് വീണ്ടും കുതിച്ചു കയറുന്നുണ്ട്. ഇത് പണ്ടത്തൊക്കെ 2%, 3% വോട്ട് വീതം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നാമമാത്രമായ അല്ലെങ്കിൽ ഏതാനും 10,000ങ്ങളുടെ വോട്ട് വീതമാണെങ്കിൽ ഇപ്പോൾ അത് ലക്ഷങ്ങളാണ്. 20-25 ലക്ഷം വോട്ടിലേക്ക്. ഓക്കെ, അപ്പോൾ അതിൽ ആത്യന്തികമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ്. അല്ല അമീൻ, ഇതിനകത്ത് നോക്കൂ, ഈ CPM ഇപ്പോൾ ചെയ്യുന്നു നമുക്ക് തോന്നുന്ന ഒറ്റനോട്ടത്തിൽ കാണാൻ കഴിയുന്ന കാര്യം UDFനാകെ തന്നെയും ഒരു മുസ്ലിം ലീഗ് ഫ്ലേവർ കൊടുക്കുകയാണ്. എന്നിട്ട് അതേ മുസ്ലിം ലീഗ് ആവട്ടെ എക്സ്ട്രീമിസത്തിൻ്റെ പാതയിലാണെന്ന് അടുത്ത ഫ്ലേവർ കൊടുക്കുകയാണ്. അങ്ങനെ നിങ്ങൾ UDFനെ നോക്കിയാൽ UDFൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു മുസ്ലിം എക്സ്ട്രീമിസമാണ് എന്ന ഒരു നെഗറ്റീവ് ഉണ്ടാക്കുക, ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക. എന്നിട്ട് ഇപ്പുറത്തൊരു കൺസോൾട്ടേഷൻ്റെ സാധ്യത ഉണ്ടോ എന്ന് പരമാവധിയിൽ പയറ്റുകയാണ്. ഇതിന് മുമ്പും ഒരുപക്ഷെ വളരെ ലഘുവായിട്ടുള്ളതോ അല്ലെങ്കിൽ വളരെ മിനിമൽ ലൈനിലൊക്കെ പലപ്പോഴും CPM പ്രയോഗിച്ചിട്ടുള്ള ഒന്നാണ്. അന്ന് അതിൻ്റെ ഗുണവും അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ അവസാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാണൂ, അതിൽ CPMൽ നിന്ന് ഇറങ്ങിപ്പോയ വോട്ടുകൾ, വിപ്രതിപത്തിയുള്ള വോട്ടുകൾ, അവ ചെന്ന് ചേർന്നിരിക്കുന്നത് BJPയിലാണ്. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സമവാക്യത്തിൻ്റെ കൊയ്ത്തുകാരായി അവസാനം മാറാമെന്ന് CPM ഇപ്പോൾ വിചാരിക്കുന്നത് സത്യത്തിൽ എന്തുമാത്രം യാഥാർത്ഥ്യബോധമുള്ള ഒന്നാണ്. അത് ഒരു സെൽഫ് ഗോളായി മാറാനുള്ള സാധ്യത എന്തുമാത്രം ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ അതെനിക്ക് തോന്നുന്നത് ഈ പിണറായി വിജയൻ മുസ്ലിം ലീഗിൻ്റെ
മുന്നിലാരാണ് കൂടെ ആരാണ് എന്നൊക്കെയാണ് അന്വേഷിക്കുന്നത്. നേരത്തെ വിജയരാഘവൻ അന്വേഷിച്ചത് രാഹുൽ ഗാന്ധിയുടെ മുന്നിലും പിന്നിലും ആരാണ്. ഈ പിണറായി വിജയൻ്റെ മുന്നിലും പിന്നിലും ഉള്ളിലും ആരാണുള്ളത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മുസ്ലിം ലീഗിൻ്റെ ഉപദേശകരാര് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പിണറായി വിജയൻ്റെ ഉപദേശകരാരാ? രമൺ ശ്രീവാസ്തവ, ADGP അജിത് കുമാറിന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കെ DGP ആയി സ്ഥാനക്കയറ്റം നൽകുന്നു. ഇവരൊക്കെ പാടെ ചേർന്ന് നൽകുന്ന PR ക്യാമ്പയിൻ്റെ ഭാഗമായി മലപ്പുറത്ത് ഗോൾഡ് സ്മഗ്ലിംഗ് നടക്കുന്നു, അത് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയാണ് എന്ന് സംഘപരിവാറിൻ്റെ പ്രോപ്പഗണ്ട, ഹിന്ദുത്വ മാർക്സിസ്റ്റുകൾ എന്ന് വിളിക്കാൻ കഴിയുന്ന സ്വഭാവത്തിലുള്ള ഹിന്ദുത്വ വംശീയ പ്രചാരണത്തിന് പിണറായി വിജയനും CPIM-ഉം നേതൃത്വം നൽകുന്നതിൻ്റെ രാഷ്ട്രീയ താല്പര്യം എന്ത് എന്ന് പരിശോധിക്കുന്നിടത്ത് താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ എന്നല്ല, വളരെ ഹാർഡായിട്ടുള്ള ഒരു ഹിന്ദുത്വ ലൈൻ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഒരു മുസ്ലിം വിരുദ്ധമായ ക്യാമ്പയിൻ, ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് കേരളത്തിൽ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം പയറ്റി നോക്കാം എന്ന് CPM വീണ്ടും വിചാരിക്കുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 87-ലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ CPM പയറ്റിയിട്ടുള്ള ഒരു പരിധിവരെ അവർ വിജയിച്ചിട്ടുള്ള ഒരു മുസ്ലിം വിരുദ്ധമായ ഒരു ക്യാമ്പയിനിലൂടെ മുസ്ലിം ഭീതി പരത്തിക്കൊണ്ട് ഒരു സോഫ്റ്റ് ഹിന്ദു, യഥാർത്ഥത്തിൽ സംഘപരിവാറിൽ എത്തിയിട്ടില്ലാത്ത എന്നാൽ മുസ്ലിം വിരുദ്ധ ഭീതി വിശ്വസിക്കുന്ന ഒരു ഹിന്ദു സമൂഹത്തെ ഇപ്പോൾ റജി ലൂക്കോസിനെ പോലുള്ള ആളുകൾ ശ്രമിക്കുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും ആ തരത്തിലുള്ള ഒരു മുസ്ലിം ഭീതി പരത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വോട്ട് പോളറൈസേഷൻ നടത്താൻ കഴിയുമെന്നാണ്. നിശാദ് ആലോചിച്ച് നോക്കൂ, വയനാട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ CPM നടത്തിയ പ്രചാരണം എന്തായിരുന്നു? എവിടെ മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി, എന്തിനാണ് മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി താഴ്ത്തി വെക്കുന്നത് എന്നൊക്കെയായിരുന്നില്ല ഇവർ നടത്തിയിരുന്ന പ്രചാരണം. എന്നിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചത് മുന്നിലും പിന്നിലും വർഗീയവാദികളായിരുന്നു എന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് CPM-ൻ്റെ രാഷ്ട്രീയമെന്ന്. ഇത് കേരളത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്കിന് എന്തെങ്കിലും സംഭവിക്കുമോ, മുസ്ലിം സമുദായത്തിന് എന്തെങ്കിലും നഷ്ടമുണ്ടാക്കുമോ എന്നതൊക്കെ പിന്നീട് പരിശോധിക്കേണ്ടതാണ്. CPIM-ന് ബംഗാൾ മാതൃകയിൽ തന്നെ പരിശോധിച്ചാൽ CPIM-ന് മുസ്ലിം പോപ്പുലേഷൻ്റെ പിന്തുണയോടുകൂടി, വലിയ തരത്തിലുള്ള പിന്തുണയോടുകൂടി നിരന്തരമായി വിജയിച്ചിരുന്ന ബംഗാളിൽ CPM-ന് എന്ത് സംഭവിച്ചു എന്ന് പരിശോധിച്ചാൽ തന്നെ അതിൻ്റെ അത്തരം ധാരാളം പഠനങ്ങൾ കേരളത്തിലെ പിണറായി വിജയൻ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിക്കായ പ്രചാരണങ്ങളുടെ ഭാഗമായി എന്താണ് ഈ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള അന്തർദേശീയ ജേണലുകളിൽ വരെ പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ബംഗാളിൽ എന്താണോ CPM-ന് സംഭവിച്ചത് അത് തന്നെ കേരളത്തിൽ സംഭവിക്കും എന്ന നിരീക്ഷണങ്ങളുണ്ട്. അതിൻ്റെ കാരണം 2000-ൽ പട്ടിണി സമരങ്ങൾ വ്യാപകമായി, പട്ടിണി മൂലം ആളുകൾ മരിക്കുന്നതിൻ്റെ ഭാഗമായി മുസ്ലിം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള മുർഷിദാബാദ് അടക്കമുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായി സമരം നടക്കുന്നു. CPM അതിനെ അടിച്ചമർത്തുന്നു. ആ തരത്തിൽ CPIM-ൽ നിന്ന് മുസ്ലിം പോപ്പുലേഷൻ അടക്കം പിന്നാക്ക സമൂഹങ്ങൾ വലിയ രീതിയിൽ പിൻവാങ്ങുന്നു. പിന്നീട് എന്ത് സംഭവിക്കുന്നു? ഇവർ ഈ തരത്തിൽ ഹിന്ദുത്വ വംശീയത പ്രചരിപ്പിച്ച് നിലനിർത്തിയിരിക്കുന്ന ഒരു വലിയ വിഭാഗം സവർണ സമൂഹത്തിൽ നിന്ന നേതാക്കളടക്കം രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയും ഓഫീസും പേര് മാറ്റിക്കൊണ്ട് നേരെ BJP-യിലേക്ക് പോകുന്നു. ഈ പിണറായി വിജയൻ്റെ ഇന്നത്തെയും ഇന്നലത്തെയും ഒക്കെ പ്രസ്താവന കേൾക്കുന്ന വിജയരാഘവൻ്റെ ഈ ക്യാമ്പയിനിൽ ആകൃഷ്ടരാകുന്ന CPM-കാർ എവിടെ പോയി ചേരുമെന്നാണ് പിന്നെ ഇവർ വിചാരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഈ മലപ്പുറത്ത് സവിശേഷമായി പിണറായി വിജയൻ ഈ പ്രസ്താവന നടത്തുമ്പോൾ മലപ്പുറത്തെ പാർട്ടി എല്ലാ കാലത്തും, മലപ്പുറത്തെ പാർട്ടിയുടെ സവിശേഷമായ റോൾ എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധമായ രാഷ്ട്രീയ നിലപാടുകൾ മാത്രം സ്വീകരിക്കുക എന്നാണ്. മലപ്പുറത്തിൻ്റെ വികസന പ്രശ്നങ്ങൾ ഉന്നയിച്ചാൽ +2-ന് സീറ്റില്ല എന്ന് പറഞ്ഞാൽ അത് വർഗീയവാദികളുടെ ആരോപണമാണ്. മലപ്പുറത്ത് ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ടോ ദേശീയപാതയുമായി ബന്ധപ്പെട്ടോ സമരം നടന്നാൽ അത് വർഗീയവാദമാണ്. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി വിജയിച്ചാൽ മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയമാണ്. മലപ്പുറത്ത് ആ തരത്തിൽ കൊടിഞ്ഞി ഫൈസൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ സംഘപരിവാർ കൊന്നുകളയുന്നു, പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നു, മലപ്പുറത്ത് പ്രതിഷേധം നടക്കുന്നു. മലപ്പുറത്ത് വർഗീയത മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ വർഗീയത ആളിക്കത്തിക്കുന്നു എന്ന് മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രസ്താവന എടുത്തു. നിങ്ങൾ കഴിഞ്ഞൊരു പതിറ്റാണ്ടിനിടയിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇറക്കിയ പ്രസ്താവനകൾ മുഴുവൻ എടുത്തു നോക്കൂ. മലപ്പുറത്തെ ജനങ്ങൾക്കെതിരെ, മലപ്പുറത്തെ സമരങ്ങൾക്കെതിരെ, മലപ്പുറത്തിൻ്റെ ആവശ്യങ്ങൾക്കെതിരെ, മലപ്പുറത്തെ രാഷ്ട്രീയ പ്രസ്താവനകൾക്കെതിരെ, രാഷ്ട്രീയ സംഘടനകൾക്കെതിരെ വർഗീയത ആരോപിക്കുക എന്നുള്ളതാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ആ മഹാരാഷ്ട്രയിലെ മന്ത്രി നടത്തിയതിന് സമാനമായ ഒരു പ്രചാരണം വളരെ പ്രായം ചെന്ന മുതിർന്ന നേതാവ്, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന പാലോളി മുഹമ്മദ് കുട്ടിയുടെ പേരിൽ അവരുടെ സോവനീറിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എന്ത് തരം പ്രചാരണമാണിത്? ഇന്ത്യ വിഭജനത്തെക്കുറിച്ച് ഇപ്പോൾ മലപ്പുറത്ത് ഒരു പ്രചാരണം നടത്തണം എന്ന് CPM തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് CPIM-നകത്ത്
ഉള്ള പാർട്ടി സ്വതന്ത്രർക്ക് അബ്ദുറഹ്മാൻ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നത്, വേറൊരു സ്വതന്ത്രന് താരാട്ടുപാടും കൊച്ചുമക്കൾക്ക് താരാട്ടുപാട്ട് പാടി നടക്കേണ്ടി വരുന്നത് മലപ്പുറത്ത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളുടെ ആവശ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും അഡ്രസ്സ് ചെയ്തിട്ടില്ലാത്തൊരു പാർട്ടിയെ, മലപ്പുറത്തെ ഈ ഹിന്ദുത്വ മാർക്സിസ്റ്റ് പാർട്ടിയെ ഉത്തേജിപ്പിക്കുക എന്ന സവിശേഷമായ വിഭജന രാഷ്ട്രീയത്തിന്റെ കൊടിയെടുത്ത് പിടിച്ചിരിക്കുന്നു എന്ന വിമർശനമാണ് അമീൻ ഉന്നയിക്കുന്നത്. റെജി ലൂക്കോസ്, ഇവിടെ ഇപ്പോൾ സാധാരണ നിലയ്ക്ക് CPIM എന്തിനാണ് ഇങ്ങനെ ഒരു കളി കളിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ഇടതുപക്ഷത്തിന്റെ സർക്കാരിനോടും അതിന്റെ രാഷ്ട്രീയ ലൈനിനോടുമുള്ള അവിശ്വാസം കൂടി വരുന്നുണ്ടോ എന്നൊരു പക്ഷേ ആ പാർട്ടി വിലയിരുത്തിയിട്ടുണ്ടാവണം. അത് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണുകയും ചെയ്യുന്നതാണല്ലോ. അങ്ങനെ മുസ്ലിം മൈനോറിറ്റിക്ക് സർക്കാരിലും CPIMലും വിശ്വാസം നഷ്ടപ്പെടണമെങ്കിൽ അതിന് ഒറ്റ റീസണേ ഉള്ളൂ, അത് മതനിരപേക്ഷമായ ആശയങ്ങൾ, ഹിന്ദുത്വ വിരുദ്ധമായ ആശയങ്ങൾ നന്നായി നടപ്പിലാക്കുന്നില്ല. എന്നിടത്തെ മൈനോറിറ്റിക്ക് ഈ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ, പ്രത്യേകിച്ച് മുസ്ലിം മൈനോറിറ്റിക്ക്. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി കണിശമായ സംഘ് പരിവാർ വിരുദ്ധത, ഹിന്ദുത്വ വിരുദ്ധത എന്നിവയെ കൂടുതൽ ഉച്ചത്തിൽ ഉന്നയിച്ചാൽ തീർക്കാവുന്ന ഒരു പ്രശ്നം അതിന് ശ്രമിക്കാതെ ഹിന്ദുത്വ രാഷ്ട്രീയത്തോടും അതിൻ്റെ RSSന്റെ പദ്ധതികളോടും RSSന്റെ പോലീസ് താല്പര്യങ്ങളോടും മയപ്പെടുകയും എന്നിട്ട് മറ്റേ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് കുറച്ചുകൂടി തീക്കളി സമവാക്യങ്ങൾ എടുക്കാം എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു CPM. അത് ഈ നാടിനുണ്ടാക്കുന്ന പരിക്കെന്തായിരിക്കും സമീപ ഭാവിയിൽ എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതേയില്ലേ? അതിലേക്ക് വരുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ഷാഫി ചാലിയം വളരെ ബുദ്ധിപൂർവ്വം പാകിസ്ഥാനി അല്ലെങ്കിൽ പാകിസ്ഥാൻ ജായവരാണ് മുസ്ലിം സമുദായം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവതരിപ്പിച്ചതായിട്ട് CPMന്റെ തലയ്ക്ക് വെക്കാനായിട്ട് ഒരു പാഴ്ശ്രമം നടത്തി. വാസ്തവമാണ് നിതീഷ് റാണ എന്ന് പറയുന്ന മഹാരാഷ്ട്ര മന്ത്രി 28 ക്രിമിനൽ കേസുകളിൽ മതാധിഷ്ഠാനത്തിൻ്റെ പേരിൽ 28 ക്രിമിനൽ കേസുകളുള്ള ഈ മന്ത്രി പരസ്യമായിട്ട് പറഞ്ഞാണ്, നോക്കൂ കേരളം എന്ന് പറയുന്നത് മിനി പാകിസ്ഥാനാണെന്ന്. ഞാൻ പോലും ലജ്ജിച്ചു ഒരു ചർച്ചയിൽ ഇരുന്നുകൊണ്ട് BJPയുടെ പ്രതിനിധി അതിനെ ആണയിട്ട് ഓൺ ചെയ്യുവാണ്. ഞാനുണ്ടായൊരു ചർച്ചയില്ല, അത് വലിയ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട ഷാഫി ജാലി മനസ്സിലാക്കേണ്ട വസ്തുതയുണ്ട്, എന്താ അറിയോ? സമയം തരണം. 2019 ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരാഖണ്ഡിൽ നിന്ന് പ്രസംഗിച്ചു, നിങ്ങൾ രാഹുൽ ഗാന്ധി ഭയന്ന് കേരളത്തിലേക്ക് വരിക, അദ്ദേഹത്തിന് മണ്ഡലത്തിൽ പോകൂ, അവിടെ പാകിസ്ഥാന്റെ കൊടി ഉയർന്നുണ്ടെന്ന് പറഞ്ഞു. നിമിഷങ്ങൾ കൂടി ആ കൊടി മടക്കി പോക്കറ്റിലിട്ട് ഭയന്ന് വിറച്ച് അടുത്ത തെരഞ്ഞെടുപ്പിലും നിങ്ങൾക്കത് ഉയർത്താനുള്ള ചങ്കൂറ്റുണ്ടായിട്ട് ആ നിങ്ങളാണോ ഇത്തരം കാര്യങ്ങൾ CPMന്റെ തലയിൽ വെക്കുന്നത്? നിങ്ങൾക്ക് ആ ചങ്കൂറ്റുണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ UDFന് ചങ്കൂറ്റുണ്ടായിരുന്നെങ്കിൽ ആ കൊടി എന്തിനാണ് നിങ്ങൾ മടക്കി വെച്ചത്? ആ കൊടി മടക്കി വെച്ചിട്ട് കൂടി രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചത് ഈ പറയുന്ന വർഗീയവാദികളാണ് എന്ന് നിങ്ങൾ പറയാണ്. അല്ല, അത് തീർച്ചയായിട്ടും എന്താ വർഗീയവാദികൾ BJP പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് ഭൂരിപക്ഷം കൂടാനുള്ള കാരണം ഈ വർഗീയ കൂട്ടുകെട്ട്, ഈ ജമാഅത്തെ ഇസ്ലാമി, ഈ SDPI പോലുള്ള വർഗീയവാദികൾ അതിൽ കൂടിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് നമുക്ക് കണക്കെങ്കിലും പറയാൻ പറ്റണ്ടേ? ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി, SDPI ഇവർക്കൊക്കെ എന്തുമാത്രം വോട്ട് പങ്കാളിത്തമുണ്ട് എന്നൊക്കെ നോക്കണ്ടേ? പാലക്കാട് 18,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് SDPI ഉണ്ടായിരുന്നുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ SDPIക്ക് എത്ര വോട്ടുണ്ട് എന്ന് പറയാൻ പറ്റണ്ടേ? കണക്ക് നിങ്ങളുടെ വിഷയമല്ല. കണക്ക് കേൾക്കാനും കണക്കിനെ കുറിച്ച് സംസാരിക്കാനും നിങ്ങൾ സജ്ജരുമല്ല. കാരണം എന്താണ്? സന്നദ്ധരല്ല. കാരണം നിങ്ങൾക്ക് പറയാനുള്ളത് വേറെ കാര്യമാണ്. അത് നിങ്ങളൊരു നെറേറ്റീവ് ഉണ്ടാക്കാൻ പറയാണ്. കണക്കിനവിടെ പ്രസക്തിയില്ല. അല്ല നിഷാദെ, അതെന്തൊരു അത്ഭുതകരമായ ചോദ്യം. നിഷാദ് അവിടെ പോയി റിപ്പോർട്ട് ചെയ്ത ഒരാളല്ലേ. നിഷാദെ അവിടെ വെച്ച് UDFന്റെ സ്ഥാനാർത്ഥിയോട് പരസ്യമായിട്ട് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ SDPI തള്ളി പറയുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ, ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഈ UDFന്റെ നേതാക്കന്മാരോ ഈ ലീഗോ ആ സ്ഥാനാർത്ഥി ഒരു അക്ഷരം ഉണ്ടായിട്ട് ഒളിച്ചോടുന്നത് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്നല്ലേ. നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയിലേക്ക് വരാം. ഇവിടെ ഹിന്ദു വർഗീയവാദികളെ തഴുകിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിനെ അകറ്റി നിർത്തിക്കൊണ്ട് മൂന്നാം വട്ട ഭരണത്തിലേറിയത് ഒരു അപകടകരമായ രാഷ്ട്രീയ കളിയില്ലെന്നാണ് എന്നോട് നിഷാദ് ചോദിച്ചത്. എത്ര അസംബന്ധമായ വർത്തമാനമാണ് നിങ്ങൾ പറഞ്ഞത്. അതായത് കേരളത്തിലെ ഏതെങ്കിലും ഒരു സമൂഹത്തിന് വലിയ രീതിയിലുള്ള സ്വാധീനമുള്ള സമൂഹത്തിനെ വെറുപ്പിച്ചുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു കക്ഷിക്ക് ഇവിടെ അധികാരത്തിൽ വരാമെന്നുള്ള നിങ്ങളുടെ ഈ വ്യാഖ്യാനങ്ങളെ കേരളം എങ്ങനെയാണ് ചെവിക്കൊള്ളുന്നത്? ആ മലപ്പുറം ജില്ല മാത്രമല്ല മുസ്ലിം സമുദായത്തിലുള്ള അംഗങ്ങളിരിക്കുന്നത്. മലപ്പുറത്തിനോടൊപ്പം കേരളത്തിൽ ഇടതലുണ്ട്. ഞാൻ ജീവിക്കുന്ന നാട്ടിലുണ്ട്. ഈ മലപ്പുറം ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്നവരോ മറ്റു മതങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്ന വിഭാഗമല്ലേ. എൻ്റെ എത്രയോ നല്ല സുഹൃത്തുക്കൾ ആ വിഭാഗത്തിലുണ്ട്. ഞങ്ങൾ ഒരിക്കലും പറയത്തില്ല അത് ഏത് മതത്തിലല്ല. ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാൻ അവരെ കൂടെ നിർത്താനാന്ന് ഇവിടെ പ്രിയപ്പെട്ട അഭിഭാഷകൻ എനിക്കൊരു ചാപ്പ ചാർത്തി, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു ചാപ്പ ചാർത്തി. എത്ര ലജ്ജാകരമായ മറുപടിയാ. നിങ്ങൾ അങ്ങനെയൊന്നും ഒരു ചാനലിരുന്ന് പറയരുത്. കാരണം കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കേഷൻ തകരരുത് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞതിനുള്ള മറുപടിയായിട്ട് പോലും നിങ്ങൾക്ക് പറയാനുള്ള. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ സിമ്പിൾ ആയ ഒരു കാര്യമല്ലേ, മുസ്ലിം ലീഗിനെ കുറിച്ച് നിങ്ങൾ ഈ ആക്ഷേപം ഉന്നയിക്കുന്നു. മുസ്ലിം ലീഗ് തീവ്രവാദത്തിന്റെ തീവ്ര ലൈനിലേക്ക് മാറിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ മാറിയെങ്കിൽ ഈ പരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന എന്ത് ലൈൻ ഇവിടെ മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നുണ്ട്?
കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തെങ്കിലും പ്രസ്താവനയോ എന്തെങ്കിലും സമരമോ എന്തെങ്കിലും പുതിയ വിഷയമോ ഇവിടെ ലീഗ് എടുക്കുന്ന കണ്ടോ? മുനമ്പം വിഷയത്തിൽ പോലും സമവായത്തിന്റെ സന്ദേശമാണ് ആ പാർട്ടി പറയുന്നത്. ഏതർത്ഥത്തിൽ ലീഗ് തീവ്രമായി എന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ കയ്യിൽ ഒരു പിൻബലവുമില്ല വസ്തുതകളുടെ. നിങ്ങൾക്ക് ലീഗിനെ അടിക്കണം, നിങ്ങൾ ലീഗിനെ ചാരി അടിക്കുകയാണ്. അല്ല, നിങ്ങൾ പറ, ഏതെങ്കിലും തരത്തിൽ പരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന, കേരളത്തിന്റെ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്ന, മറ്റ് സമുദായങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന ഒരു നില ഈ ലീഗ് സ്വീകരിച്ചത് എവിടെയാ ഉള്ളത്? ഒന്ന് പറ. അപ്പോഴല്ലേ ലീഗ് മാറി എന്ന് പറയാൻ പറ്റൂ. അല്ലാതെ വെറുതെ ഇങ്ങനെ വായുവിലടിക്കല്ലേ. നമ്മള് നിഷാദ ഇപ്പൊ വായുവിലടിക്കുന്നത്. അതായത് KM ഷാജി, ET മുഹമ്മദ് ബഷീർ ലീഗിന്റെ നേതാക്കന്മാരല്ലേ? ബഹുമാനപ്പെട്ട സാദിഖലി തങ്ങളും എന്താ പറയുക, കേരളം ഒരു വലിയ രീതിയിൽ ബഹുമാനിക്കുന്ന PK കുഞ്ഞാലിക്കുട്ടി പോലുള്ളവർ മുൻകൈ എടുത്ത് ഈ ബിഷപ്പ്മാരെ പോയി നേരിൽ കണ്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചതിന് 2 ദിവസം കഴിഞ്ഞപ്പോഴല്ലേ ഈ പറയുന്ന KM ഷാജി പരസ്യമായിട്ട് പറഞ്ഞത്? അദ്ദേഹം ആരെയൊക്കെ തള്ളി പറഞ്ഞത്? അദ്ദേഹത്തിന്റെ സമന്വിതരായ നേതാക്കന്മാരെയും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തള്ളി പറഞ്ഞില്ലേ? തൊട്ടടുത്ത് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ ഈ ലീഗിന്റെ നിലപാട് പറയുന്നത് ഞാനാണെന്ന് തങ്ങളും പറഞ്ഞില്ലേ? തള്ളി പറഞ്ഞത് അല്ല, ഇത് കേൾക്കൂ. തങ്ങൾ എപ്പോഴാ പറഞ്ഞത്? തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി സാഹിബും ഈ ബിഷപ്പുമാരുമായി നേരിട്ട് കണ്ട് സംസാരിച്ചതിന് ശേഷമല്ലേ ഈ KM ഷാജി അവരെ തള്ളി പറഞ്ഞത്? ഞാൻ അതിന്റെ വാക്കുകളിലേക്കൊന്നും പോകുന്നില്ല. എനിക്ക് താല്പര്യമില്ല അത് പറയാനായിട്ട്. നിങ്ങൾ ചുമ്മാ ഇരുന്ന് ഞങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് പറഞ്ഞ പോലെ നുണ പറയരുത്. നിഷാദിനെ പോലുള്ള മാധ്യമപ്രവർത്തകർ. എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എന്താണ് ഷാജി പറഞ്ഞ വർഗീയത? എന്താണ് ഷാജി വർഗീയത പറഞ്ഞല്ലേ പറഞ്ഞത്? ഈ നേതൃത്വം എന്താണ് എന്താ ഷാജി പറഞ്ഞ കുഴപ്പമെന്നാണ്? ഷാജി ഏതെങ്കിലും ഹിന്ദുത്വ നേതാക്കളെ പോലെ പറഞ്ഞോ? ഷാജി ഏതെങ്കിലും പ്രദേശത്തെ പറഞ്ഞോ? ഷാജി ഏതെങ്കിലും സമുദായത്തെ പറഞ്ഞോ? ഷാജി ഒരു നിയമപരമായ പ്രശ്നത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പൊസിഷൻ പറഞ്ഞു. മുസ്ലിം ലീഗ് വർഗീയമായി പരമത വിദ്വേഷ സ്വഭാവമുള്ള, വിഘടന സ്വഭാവമുള്ള, സാമൂഹ്യ സൗഹാർദ്ദം തകർക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു സംഘടനയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? അല്ല, എന്നെ ഇങ്ങനെ തടയാതെ, ഞാൻ ഒരൊറ്റയാളല്ലേ ഇതിനകത്ത് ഇരിക്കുന്ന ചർച്ചയ്ക്ക്, ദയവായിട്ട് തടയാതെ ഞാൻ ചോദിക്കട്ടെ. ബഹുമാനപ്പെട്ട സാദിഖലി ശിഹാബ് തങ്ങള് ഒരു വിഷയം ചന്ദ്രികയിൽ എഴുതി, വളരെ വിവാദമായി. ഏതെങ്കിലും ഒരു ഇടതുപക്ഷത്തിന്റെ നേതാവ് അദ്ദേഹത്തിന് തെറ്റുപറ്റി അദ്ദേഹം തിരുത്തുകയും ചെയ്തു. അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഗോഗാവിളികളുമായിട്ട് ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ ഏതെങ്കിലും നേതാവ് അദ്ദേഹത്തിന് വേട്ടയാടാൻ ശ്രമിച്ചോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതൊരു ചരിത്രം, ഇത് 1 വർഷം മുമ്പുള്ള സംഭവമല്ലേ? അങ്ങനെയുള്ള ഒരു ഔദാര്യം കൊടുത്ത അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിനു മുമ്പും ഒരക്ഷരം അതിനെക്കുറിച്ച് പോലും ഉണ്ടായിരുന്ന CPM, പക്ഷേ ഈ പറയുന്ന തീവ്ര വർഗീയ വിഭാഗവുമായിട്ട് പരസ്യമായിട്ട് കൈകോർത്തപ്പോൾ അതിനെ വിമർശിച്ചു. അതുകൊണ്ടാണ് പിണറായി പറഞ്ഞ് ഇനി ബഹുമാനപ്പെട്ട സാദിഖലി ശിഹാബ് മതേതരം എന്ന് വാക്ക് പറയാൻ യാതൊരു യോഗ്യതയില്ലെന്ന് പറഞ്ഞ് അത് പറയാനുള്ള തന്റെ ഇടം, ആ ആർജവത്തെ ബഹുമാനപ്പെട്ട മുസ്ലിം സമൂഹത്തിന്, ഈ ഷാഫി ജാലിയത്തിന് ഉള്ളിൽ പോലും അതിനെ അംഗീകരിക്കും. കാരണം ഷാഫി ജാലി ഒരു കുഞ്ഞാലിക്കുട്ടി സാഹിബിന് മലപ്പുറം മതേതരം എന്ന് പറയുന്ന സുവനീറിനകത്ത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പാകിസ്ഥാന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചത് എന്ന ഒരു സംഗതി വസ്തുതകളുടെ പിൻബലമില്ലാതെ ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി എഴുതി വെച്ചിരിക്കുന്നതാണ് ഷാഫിയുടെ പോയിന്റ്. താങ്കൾ അതിന് മറുപടി പറഞ്ഞില്ല. പക്ഷെ എനിക്കിപ്പോൾ സമയപ്രശ്നമാണ്. ഞാൻ ഒരു ബ്രേക്ക് എടുത്ത് വേഗം തിരിച്ചു വരാം പെട്ടെന്ന്. സർവ്വതാ സ്വീകരിക്കപ്പെട്ട മതനിരപേക്ഷ ആശയത്തിന് പേര് സ്വീകരിക്കപ്പെട്ട ഒരു പാർട്ടിയാണ്. നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ മതനിരപേക്ഷ പ്രതിച്ഛായയെക്കുറിച്ച് എപ്പോഴും കവിഞ്ഞ കൺസേൺ ഉള്ള ഒരു പാർട്ടിയുമാണ്. ഇപ്പോൾ നോക്കൂ, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായ CPIM, റൂളിംഗ് പാർട്ടിയായ CPIM നിങ്ങൾ മതനിരപേക്ഷതയുടെ വഴിയിൽ നിന്ന് വിട്ടുപോയ ഒരു പാർട്ടിയായി ചാപ്പയടിക്കാൻ ആഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വർഗീയതയുടെ വഴിയിലേക്ക് പോകുന്നു എന്നവർ നിരന്തരമായി വിമർശിക്കുന്നു. നിങ്ങൾക്ക് ആകപ്പാടെ ഒരു ആധിയുണ്ടോ, ഒരു പ്രതിരോധാവസ്ഥയുണ്ടോ? അല്ല, ഞങ്ങൾ എത്രമാത്രം മതനിരപേക്ഷതയുള്ളവരാണെന്ന് അറിയാൻ ഞങ്ങളെ ആക്ടിവിറ്റി നോക്കിയാൽ മതി. ഈ ഏറ്റവും ലേറ്റസ്റ്റായി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ച സഹായധനം, അത് ഞങ്ങളെ ആപ്പ് നോക്കിയാൽ അറിയാം. കേരളത്തിലെ മുസ്ലിം സമുദായത്തിനെ പോലെ തന്നെ തത്തുല്യമായി ഹൈന്ദവ സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും ലക്ഷങ്ങളല്ല കോടികൾ സർക്കാർ ഖജനാവിലേക്കല്ല ഞങ്ങൾക്ക് തരാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? ഞങ്ങൾ എത്രമാത്രം മതനിരപേക്ഷതയോടെ പ്രവർത്തിക്കുന്നവരാണെന്നുള്ളത് കേരളത്തിന് ബോധ്യമാണ്. ഇപ്പം ഈ പാകിസ്ഥാൻ്റെ പേരും പറഞ്ഞിട്ട് ഒരു പുതിയ ചർച്ച തുടങ്ങി വെക്കുകയാണ്. ഇപ്പം നാളെ മറ്റന്നാളായിട്ട് RV ബാബു, ശശികലൊക്കെ വരും അതിൻ്റെ ലിസ്റ്റുമായിട്ട്. മനസ്സിലാക്കണം, ഒറ്റ ലീഗുകാരൻ മലപ്പുറത്ത് നിന്ന് പാകിസ്ഥാനിലേക്ക് പോയിട്ടില്ല. എന്നാൽ പോയ ഒരു കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ഏറ്റവും പ്രമുഖനായ PM കുട്ടി എന്ന സഖാവ്, തിരൂരിനടുത്ത് തലക്കളത്തൂർ സ്വദേശി. അദ്ദേഹമാണ് ആദ്യം പാകിസ്ഥാനിലേക്ക് പോയത്. എന്നിട്ട് അവിടെ പോയി എന്തുണ്ടാക്കി? തൊഴിലാളി വർഗ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഉണ്ടാക്കി പാകിസ്ഥാനിൽ.
എന്നിട്ട് മത്സരിച്ച് അവിടുത്തെ പാർലമെന്റിൽ MP ആയി. എന്നിട്ട് പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ ഇന്ത്യ സന്ദർശിക്കാൻ വന്ന ഡെലിഗേഷനോടൊപ്പം അദ്ദേഹം ഇവിടെ വന്നു. ഇപ്പം അടുത്ത കാലത്താണ് മരിച്ചുപോയത്. പോയ ഒരു ലീഗുകാരുടെ പേര് പറയാൻ കഴിയില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം മുഴുമിപ്പിക്കാൻ എന്നെ നിഷാദ് സമ്മതിച്ചിട്ടില്ല. ഇപ്പോൾ ഇവർ പാകിസ്ഥാൻ വെച്ചിട്ട് ഒരു പുതിയ ചർച്ച വരുമ്പോൾ ഈ പാകിസ്ഥാന്റെ വാദം ഉയരുന്ന കാലഘട്ടങ്ങളും ആ കാലത്ത് കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് ബ്രിട്ടീഷുകാരിൽ നിന്ന് പണം വാങ്ങി എത്രമാത്രം ഇവർ ഒറ്റുകൊടുത്തു എന്നത് പറയേണ്ട സന്ദർഭം ഇത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗാന്ധിജി തൊട്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വരെ ജയിലിലായി, അനാഥമായ ആ പാർട്ടി. ആ ഘട്ടത്തിൽ ഇവർ ചെയ്തു കൂട്ടിയ ഏറ്റവും വലിയ തോന്നിയാസം എന്താന്ന് പറയാം, ബ്രിട്ടീഷുകാരുടെ അടുത്ത് പൈസ വാങ്ങിയത് മാത്രമല്ല, കോൺഗ്രസ് ഉണ്ടാക്കിയ വിദ്യാർത്ഥി സംഘടനയെ ഇവർ ഹൈജാക്ക് ചെയ്തു. കാൺപൂരിൽ വെച്ച് മുഹമ്മദ് ജിന്ന കോൺഗ്രസ് ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തതാണ് AISF. ക്വിറ്റ് ഇന്ത്യ കാലത്ത് അതിനടിച്ചു കൊണ്ടുപോയി. ലാലാ ലജപത് റായ് പഞ്ചാബിൽ വെച്ചുണ്ടാക്കിയാണ് AITUC, കോൺഗ്രസിന്റെ സംഘടന, അതും അടിച്ചു കൊണ്ടുപോയി. കേരളത്തിൽ ഏറ്റവും വളരെ പ്രധാനമായി ഇവർ പഠിക്കണം, കേരളത്തിലെ ഈ ഐക്യ നാണയ സംഘം എന്ന പേരിൽ സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് തന്നെ കോൺഗ്രസ്സാണ്. കേരളം അങ്ങോളം ഇങ്ങോളം അത് മുഴുവൻ ഇവരടിച്ചു കൊണ്ടുപോയി. ഊരാളുങ്കൽ നോക്കി, ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ നിധി സ്വാമി വാഗ്ബാനന്ദ ഉണ്ടാക്കിയ ഇന്നത്തെ ഊരാളുങ്കൽ കോൺഗ്രസ് ഉണ്ടാക്കിയതാ, അടിച്ചുകൊണ്ടുപോയി. ഗ്രന്ഥശാല സംഘങ്ങള്, പുസ്തക പ്രസാധക പ്രസ്ഥാനം ആരാ, ബാലഗോപാലൻ വക്കീല്, സുജനപാലിന്റെ അച്ഛൻ ഉണ്ടാക്കിയതാ, മുഴുവൻ അടിച്ചു കൊണ്ടുപോയി. കോൺഗ്രസിന്റെ പോഷക സംഘടനകളെ, കോൺഗ്രസിന്റെ സ്ഥാപനങ്ങളെ, കോൺഗ്രസിന്റെ സഹകരണ സ്ഥാപനങ്ങളെ ആ ബ്രിട്ടീഷുകാർ കോൺഗ്രസ്സുകാർ ജയിലിൽ കൊണ്ടുപോയിട്ട തക്കം നോക്കി അടിച്ചുപോയ ആളുകളവര്, അത് മനസ്സിലാക്കണം. എന്നിട്ട് ഇവരിപ്പോ ഇത്രയും കാലം ഇല്ലാത്ത ഒരു ആക്ഷേപമായി വരിക. ഇതുവരെ ചർച്ച നടത്തിയത് പോരാ. പിന്നെ മെക്സവനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. മെക്സവനെ കുറിച്ചിട്ട് നിങ്ങൾ ആദ്യം റെജി ലൂക്കോസ് കാര്യം പോയി ഒന്ന് പഠിക്കി. ഒറ്റ കാര്യം ശാദ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി ഈ മലപ്പുറത്ത് നിന്ന് പ്രസ്താവിക്കുന്നു, ഇന്ന് ചർച്ച ഉണ്ടാവില്ലേ? ആ മുഖ്യമന്ത്രി ന്യായീകരിക്കാൻ AKG സെന്റർ ഒരാളെ തന്നു. നിങ്ങൾക്ക് AKG സെന്ററിന് അറിയാം ഇത് ന്യായീകരിക്കാൻ കഴിയില്ല. വിജയരാഘവൻ വിഷയം ഇവരെന്താ പാർട്ടിയിൽ ഒരാഴ്ചയിൽ ആളെ തരാത്തത്? ഈ സാധുക്കളായ റെജി ലോക്കസിനെ പോലുള്ള ഒരു വെള്ളം കുടിക്കല്ലേ ഇവിടെ? പാർട്ടി അയക്കൂല, കാരണം മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാൻ പാർട്ടി പ്രതിനിധികൾക്ക് കഴിയില്ല എന്ന് വളരെ കൃത്യമായിട്ട് അറിയാവർക്ക്. അതുകൊണ്ടാണ് ഇവർ ആളിവിടെ. ഈ മെക്സവന്റെ ഒരു റിട്ടയർഡ് സൈന്യാധിപനാണ് അതിന്റെ ആള്, പിന്നെ ഒന്ന് അതിന്റെ അംബാസഡർ, 2 പേരാണത്. ആ 2 പേർ മലപ്പുറം ജില്ലയിൽ മന്ത്രിമാരുടെ ഒരു യാത്ര ഇറക്കിയല്ലോ പിണറായി വിജയൻ ബസ് വെച്ച്. ആ യാത്രയിൽ ഒരു പരിപാടി ഉണ്ട്. ഏതാണ്? ഏറ്റവും വലിയ പൗരപ്രമുഖരെ വിളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക. അതിൽ മലപ്പുറം ജില്ലയിൽ വിളിക്കപ്പെട്ട 2 പൗരപ്രമുഖരുണ്ട്. ഈ മെക്സവന്റെ ഈ 2 വ്യക്തികളാ. ഇവർ പൗരപ്രമുഖരായത് എങ്ങനെയാണ്? ഈ മെക്സവൻ എന്ന ഒരു വ്യായാമ മുറയിലൂടെ അവർ എന്തായി, അവർ സെലിബ്രിറ്റികളായി മാറി. അവരെ മുഖ്യാതിഥിയാക്കി. ഞങ്ങളെ ലീഗിന്റെ ആരും പോയില്ല പരിപാടിക്ക്, പോയവരെ പുറത്താക്കുകയും ചെയ്തിരുന്നു ലീഗും കോൺഗ്രസും പോയപ്പം. അപ്പൊ മെക്സവൻ എന്ന ആശയം കൊണ്ടുവന്നതിന്റെ പേരിൽ വിളിച്ച് ആദരിച്ച് പൗരപ്രമുഖരായി അവരെ വാഴ്ത്തിയ നിങ്ങൾ വന്നിട്ട് ഇപ്പൊ അവിടെ കിടന്ന് മറിയ. എന്നിട്ട് കാന്തപുരം ഉസ്താദിന്റെ ആൾക്കാർ അങ്ങനെ പറയും. കാന്തപുരം ഉസ്താദിന്റെ മകൻ അസ്ഹരി, അദ്ദേഹം ഈ വ്യായാമ ക്ലാസ്സിൽ വന്ന് വളരെ നല്ല പരിപാടിയാണെന്ന് പറഞ്ഞതുണ്ട്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പ് പറഞ്ഞ ആളുകളൊക്കെ എന്തായി, ഇല്ലാതായി. അതേമാതിരി നിങ്ങളിപ്പോൾ KM ഷാജിന്റെ കാര്യം പറഞ്ഞല്ലോ, ET ബഷീറിന്റെ കാര്യം പറഞ്ഞു. ശരിയാണ്, അവർക്ക് അഭിപ്രായമുണ്ട്. തുടർന്ന് ചെയ്യുന്ന ഞങ്ങളെ യോഗം അവരുടെ അഭിപ്രായങ്ങൾ ചർച്ച ചെയ്തു. എന്നിട്ട് അതിനുമേൽ സാദിഖലി തങ്ങൾ ഒരു തീരുമാനമെടുത്തു. സാദിഖലി തങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതാ നയം. പിന്നെ പഴയത് നിർത്തുണ്ടായിരുന്നു. പിന്നെ വഖഫാണെന്ന് പറഞ്ഞു എന്നത്, വഖഫാണെന്ന് പറഞ്ഞ പാർട്ടികൾ ആരൊക്കെ എണ്ണിക്കോ? ഒന്ന് നിങ്ങളെ കൂടെയുള്ള 2 INL അത് വഖഫാണെന്ന് പ്രഖ്യാപിച്ചത്. എന്താ റെജി ലൂക്കോസിന്റെ അഭിപ്രായം? PDP കൂടെ നിൽക്കണേ വഖഫാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമി അത് വഖഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാന്തപുരം അബൂബക്കർ സിലയുടെ പിന്നെ കേരള മുസ്ലിം ജമാഅത്ത് വഖഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സംഘടനകൾ നടത്തിയ പ്രതികരണങ്ങളോട് റെജി ലൂക്കോസിന്റെ അഭിപ്രായം ഒന്നുകൂടി പറയും. എന്നാൽ ഷാജിന്റെയും ബഷീർക്കിന്റെയും എന്താണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ശരി, ഞാൻ മുഹമ്മദ് ഹനീഫ, ഇവിടെ CPIM ഇങ്ങനെ ഒരു കടുങ്കൈ കളിക്കാനുള്ള കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെയൊക്കെ ഫലം അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്ന ഒന്ന്, മൈനോറിറ്റി സപ്പോർട്ട്, പ്രത്യേകിച്ച് മുസ്ലിം മൈനോറിറ്റിയുടെ സപ്പോർട്ട് നഷ്ടപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കുകയും അപ്പുറത്ത് വേറെ ഒരു ഗെയിം എടുക്കാമെന്ന് CPIM വിചാരിക്കുന്നുണ്ടായിരിക്കുമല്ലോ. ആ മൈനോറിറ്റി സപ്പോർട്ട് വീണ്ടെടുക്കുക എന്നത് CPIMനെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെയും ഒരു പ്ലാൻ ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണല്ലോ. അതിലേക്ക് കടക്കാൻ അവർ വിമുഖത കാണിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അതോ അവർക്കത് കഴിയാത്ത വിധം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടോ? അതോ ഈ പറയുന്ന പോലീസും ആഭ്യന്തര വകുപ്പും RSSും പോലെയുള്ള വിഷയങ്ങൾക്കകത്ത് സ്ട്രോങ് ആയ ഒരു പൊസിഷൻ എടുത്താൽ മാത്രമാണ് നഷ്ടപ്പെട്ട ഈ മുസ്ലിം വിശ്വാസ്യത വീണ്ടെടുക്കാൻ കഴിയുക? അതിലവർ പ്രതിസന്ധിയിലാണോ? അല്ല, അതെ, തീർച്ചയായും അത് അവർക്ക് മുസ്ലിം പിന്തുണ വീണ്ടെടുക്കണം എന്ന ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ ജമാഅത്തെ ഇസ്ലാമിയെ അതിന് മുന്നിൽ നിർത്തുന്നത്.
ജമാഅത്തെ ഇസ്ലാമി താങ്കൾക്ക് അറിയാവുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകളുണ്ട്. മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായ അഭിപ്രായ ഭിന്നതകളുള്ളതുപോലെ സമസ്ത മുജാഹിദ് വിഭാഗങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി ആശയപരമായ, ആദർശപരമായ, മതപരമായ അഭിപ്രായ ഭിന്നതകളുണ്ട്. മാത്രമല്ല ഇവരെല്ലാവരും അകറ്റി നിർത്തുന്നു എന്ന് പൊതുവെ കരുതപ്പെടുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അതുപോലെ തന്നെ SDPI പോലെയുള്ള ഇവരെ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായി മുസ്ലിം ലീഗിനും മുസ്ലിം സംഘടനയിലെ മുഖ്യധാരാ സംഘടനകൾക്ക് ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ തന്നെ അറിയാം, കാന്തപുരത്തിൻ്റെ പ്രസ്താവന വന്ന് ജമാഅത്തിനെ അനവസരത്തിൽ ജമാഅത്തിനെ വിമർശന വിധേയമാക്കുക എന്നുള്ളത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ തന്നെ സമസ്തയിൽ അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയാണ് കേരളത്തിലെ ഇത്തരം മുഴുവൻ ഇൻസിഡന്റുകളുടെയും പിന്നിലെന്ന് നിരന്തരമായി പറയുക വഴി ഈ ആക്ഷേപത്തിന്റെ ഒരു ഗൗരവം, അതിന്റെ വിശ്വാസ്യത അത് കുറച്ചും ചോർന്നു പോയിട്ടില്ലേ? അല്ല, വിശ്വാസ്യത ചോരുക എന്നുള്ളത് മാത്രമല്ല, അത് ഇപ്പോൾ ഞാൻ പറയാം, സമസ്തയുടെ തന്നെ ഒരു വിഭാഗം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആക്രമണം നടത്തും. സ്വാഭാവികമായി അവരെയും കൂടി കൂട്ടുപിടിക്കാൻ കഴിയും, AP വിഭാഗത്തെ കൂട്ടുപിടിക്കാൻ കഴിയും. ജമാഅത്ത് വിരുദ്ധരായി മുസ്ലിം സമുദായത്തിലുള്ള ആളുകളുടെ അവരുടെ സംഘടനകളിൽ ഇപ്പോൾ ഞാൻ പറയാം, ഈ സമസ്തയിലെ തന്നെ വിമത വിഭാഗം, അവർക്ക് ഒരു കാരണം കിട്ടിയാൽ മതി. ഈ CPMനെ പിന്തുണയ്ക്കാനുള്ള ഒരു കാരണം അവർ ജമാഅത്തിനെ എതിർക്കുന്നു എന്നതിൻ്റെ പേരിൽ അണിനിരക്കാൻ കഴിയും. ഇങ്ങനെയുള്ള സഖ്യങ്ങൾ, അവിശുദ്ധമായ സഖ്യങ്ങൾ മുസ്ലിം സംഘടനയിലുള്ള വിമത വിഭാഗങ്ങളുമായി നടത്തുകയും മറുവശത്ത് ഒരു വിശാലമായ മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഹിന്ദുത്വ പോളറൈസേഷന് ശ്രമിക്കുകയും ചെയ്യുകയാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ട്രാറ്റജി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇത് അവരെ എത്തിക്കാൻ പോകുന്നത് അവരുടെ വർഗരാഷ്ട്രീയം അല്ലെങ്കിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ കൈയൊഴിയേണ്ട സ്ഥിതിയിലേക്ക് CPMനെ അതിൻ്റെ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമത്തെ കാരണം, CPM ഇപ്പോൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വർഗീയ ധ്രുവീയത്വം 2016 മുതൽ നമ്മളത് കാണുന്നുണ്ട്. അതിൻ്റെ ഗുണഭോക്താവുന്നത് ഓരോ തെരഞ്ഞെടുപ്പും കഴിഞ്ഞാൽ നമുക്കറിയാം, അത് BJP ആണ്. 2016 വളരെ കൃത്യമായി കുഞ്ഞുമാണി കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞത് 2021 ആയപ്പോഴേക്ക് കുറച്ചുകൂടി കഠിനമായി പറയേണ്ടി വന്നു. അപ്പോൾ നമുക്കത് കുഞ്ഞുമാണിയെയും കുഞ്ഞുകുഞ്ഞിനെയും മാറ്റി നിർത്തി അമീറിനെയും ഹസനെയും ചേർത്തേണ്ടി വന്നു. നമ്മൾ കണ്ടല്ലോ അത്. അതിൻ്റെ വോട്ടിൽ തെരഞ്ഞെടുപ്പിൽ അതെങ്ങനെയാണ് ഈ സമവാക്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പ്രസ്താവന എങ്ങനെയാണ് പ്രതിഫലിച്ചതെന്ന് കണക്കുകൾ വെച്ച് പരിശോധിച്ചാൽ മനസ്സിലാവും. BJPയുടെ വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്തത്. 2021 BJPയുടെ വോട്ട് വർദ്ധിച്ച് 2024 ആയപ്പോഴേക്ക് 4% വർദ്ധിച്ചു. ലക്ഷക്കണക്കിന് വോട്ടുകളാണ് വർദ്ധിക്കുന്നത്. BJP ഒന്നാം സ്ഥാനത്ത് എത്തിയ ഈ 2024 BJP ഒന്നാം സ്ഥാനത്തെത്തിയ 11 മണ്ഡലങ്ങൾ, ഈ 11 മണ്ഡലങ്ങളും നിലവിൽ CPMൻ്റെ മണ്ഡലങ്ങളാണ്, CPM വിജയിച്ച മണ്ഡലങ്ങളാണ്. എവിടെ നിന്നാണ് വോട്ടുകൾ ചോർന്നു പോകുന്നത് എന്ന് ഈ തെരഞ്ഞെടുപ്പ് കണക്കുകൾ വെച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയും. വർഗീയതയുടെ ഒരു പ്രശ്നം അതൊരു ഉറവിടത്തിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് ഒഴുകില്ല. അത് എങ്ങോട്ടാണോ പിന്നെ ഒഴുകുന്നത് അതിനൊരു ചാലുണ്ട്, അതങ്ങനെ മുന്നോട്ടേ ഒഴുകുകയുള്ളൂ. നിങ്ങൾ എപ്പോൾ മതനിരപേക്ഷ രാഷ്ട്രീയം പറയാൻ ശ്രമിക്കുന്നുവോ, എപ്പോൾ വർഗരാഷ്ട്രീയം പറയാൻ ശ്രമിക്കുമോ, അപ്പോൾ അവർക്ക് വിരസത അനുഭവിക്കും. വർഗീയമായി സംഘടിപ്പിക്കപ്പെട്ട ആളുകൾ, ആ ആൾക്കൂട്ടത്തിന് വിരസത തോന്നും, അവർക്ക് ബോറടിച്ച് തുടങ്ങും. അപ്പോൾ അവർ കൂടുതൽ ഉച്ചത്തിൽ വർഗീയത ആരാണോ പറയുന്നത് അങ്ങോട്ട് ഒഴുകും. അത് സ്വാഭാവികമാണ്. അവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ബംഗാളിലും ത്രിപുരയിലും നമ്മളത് കണ്ടതാണ്, കേരളത്തിൽ അത് കാണാൻ പോകുന്നതാണ്. ആ നിലയ്ക്ക് ഒരു പെർഫെക്റ്റ് സ്ട്രാറ്റജിയാണോ? അതായത് ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിയെ ചാരി ഒരടി അടിക്കുമ്പോൾ അപ്പുറത്തുണ്ടാകുമെന്ന് വിചാരിക്കുന്ന കൺസോൾട്ടേഷൻ. രണ്ട്, മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ ജമാഅത്തെ ഇസ്ലാമിയോട് നയപരമായ വിയോജിപ്പുള്ള പ്രധാനപ്പെട്ട സുന്നി സംഘങ്ങളെ ആകെ അതിൻ്റെ പേരിൽ അടർത്തിയെടുക്കാൻ കഴിയും എന്ന വേറെ ഒരു പരിപാടി. ഇതെല്ലാം കൂടി ചേർത്ത് ഒരു മിശ്രിതമുണ്ടാക്കി മെച്ചപ്പെട്ട നേട്ടം ഇത്തവണ ഉണ്ടാക്കാം. അതിൻ്റെ ദീർഘദൂര ഭാവിയിൽ അത് അപകടം ഉണ്ടാക്കുന്ന അഭിപ്രായം പങ്കുവച്ചു താങ്കൾ. പക്ഷേ സമീപ ഭാവിയിൽ നമുക്ക് അതിൻ്റെ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് CPM കണക്ക് കൂട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫലപ്രാപ്തി എന്ന് മാത്രമായിരിക്കും. പ്രത്യേകിച്ച് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് ജമാഅത്തെ ഇസ്ലാമിയെ ഒറ്റപ്പെടുത്തി നിർത്തിക്കൊണ്ടുണ്ടാക്കാൻ ശ്രമിക്കുന്ന കൺസോൾട്ടേഷൻ്റെ സാധ്യത എന്ന് മാത്രമാണ്. എനിക്ക് തോന്നുന്നത്, അതിന് മേലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഈ റെജി ലൂക്കോസിനോട് ഒരു മറുപടി പറഞ്ഞോട്ടെ. അങ്ങേ ഞാൻ ചാപ്പയടിച്ചിട്ടില്ല, ആ പരിപാടി എനിക്കില്ല. അത് CPMൻ്റെ മാത്രം കേരളത്തിലുള്ള ഒരു ഏർപ്പാടാണ്, അത് നിങ്ങൾ നടത്തിക്കോളൂ. ഞാൻ അങ്ങയെക്കുറിച്ച് ഉന്നയിക്കുന്നത് വളരെ ഗൗരവമുള്ളൊരു വിമർശനമാണ്. അതെന്താ കാരണം എന്ന് വെച്ചാൽ, CPM അവരുടെ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗം ഒരു മലപ്പുറം ജില്ലയിൽ വന്ന് മുസ്ലിം ലീഗ് പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ അതീവ ഗൗരവമുള്ള ഒരു വർഗീയ പ്രസ്താവന, രാഷ്ട്രീയ പ്രസ്താവന എന്നതിനെ പറയാൻ പറ്റില്ല, ഒരു വർഗീയ വിമർശനം, കമ്മ്യൂണലായ പോളറൈസേഷൻ ഉദ്ദേശം വെച്ചിട്ടുള്ളൊരു പ്രസ്താവന നടത്തുക. നിരുത്തരവാദപരമായി ഒരു പാർട്ടി അത് സംബന്ധിച്ച ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുക. എന്നിട്ട് അങ്ങയെ പറഞ്ഞയക്കുന്നതിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതിൻ്റെ കാരണം, ഈ ബംഗാളിലെ കണക്കുകൾ ഉൾപ്പെടെ ഉദ്ധരിച്ച് സച്ചാർ കമ്മീഷൻ അടക്കം റിപ്പോർട്ടടക്കം പുറത്തു വന്നതിന് ശേഷം കോൺഗ്രസ് സർക്കാർ നടപ്പാക്കിയ വഖഫ് നിയമം കിരാതമാണ് എന്ന് പറഞ്ഞ ആളാണങ്ങ്. മുനമ്പം വിഷയം വളരെ വൈകാരികമായി ഉയർത്താൻ ശ്രമിച്ച ഒരാളാണ് താങ്കൾ. INL, ഇവിടെ ഷാഫി ചാലിയം സൂചിപ്പിച്ചല്ലോ, INL-ഉം വഖഫ് ബോർഡ് ചെയർമാനും
നിങ്ങളുടെ കക്ഷത്തിലിരിക്കുന്ന AP സമസ്തയും അടക്കം പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ എന്തിനായിരുന്നു മുനമ്പം വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത്? നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുമോ? അതുകൊണ്ട് അങ്ങയെക്കുറിച്ചൊരു പ്രത്യേകമായ വംശീയ ചാപ്പയല്ല, അങ്ങ് സ്വീകരിക്കുന്ന നിലപാടുകൾ വംശീയ താല്പര്യങ്ങളുള്ള മുസ്ലിം വിരുദ്ധവും ഇസ്ലാമോഫോബിക്കുമായിട്ടുള്ള നിലപാടുകളാണ് എന്നറിഞ്ഞുകൊണ്ട് അങ്ങയെ ഈ ചർച്ചയ്ക്ക് പറഞ്ഞയക്കുന്ന രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന ഗൗരവമുള്ള രാഷ്ട്രീയ വിമർശനമാണ് അങ്ങേക്കെതിരെ ബഹുമാനപൂർവ്വം ഞാൻ ഉന്നയിച്ചിട്ടുള്ളത്. അങ്ങയോട് ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. 14 ജില്ലയിൽ സമ്മേളനം നടക്കുന്നുണ്ടല്ലോ. മലപ്പുറം മതേതരം എന്നാണ് മലപ്പുറത്തെ സോവനീർ. തിരുവനന്തപുരം മതേതരം എന്നൊരു സോവനീർ ഇറങ്ങുമോ? കോട്ടയം മതേതരം എന്നൊരു സോവനീർ ഉണ്ടാവുമോ? കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട് മതേതരം എന്നൊരു സോവനീർ ഉണ്ടാവുമോ? മലപ്പുറത്ത് മാത്രമല്ലല്ലോ മുസ്ലിങ്ങൾ ഉള്ളത് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഈ മതേതര സംശയം, മലപ്പുറം മതേതരം എന്നല്ലേ ഞങ്ങൾ പറഞ്ഞത് വേണമെങ്കിൽ നിങ്ങൾ പറയും, പക്ഷേ ഈ മതേതര സംശയം, ഈ സൈക്ക് ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരേ ഒരു ഇടമേ ഉള്ളൂ. അത് ബംഗാളിൽ മുർഷിദാബാദിനെ പ്രചരിപ്പിച്ചതുപോലെ കേരളത്തിൽ മലപ്പുറം ജില്ലയെ ചൂണ്ടി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളും സംഘപരിവാറും ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ വംശീയ പദ്ധതിയാണ് എന്നാണ് എൻ്റെ ഒരു വിമർശനം. രണ്ടാമതായി നിഷാദ് ചോദിച്ച ചോദ്യം, ഇതുകൊണ്ട് ഇവർക്ക് നേട്ടമുണ്ടാകുമോ എന്നാണ്. നിഷാദ്, ഇത് ഇവരിൽ നേട്ടം ഉണ്ടാക്കി നിർത്താൻ കഴിയില്ല. ഇവർ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും തമ്മിൽ ഒരു ഐക്യത്തിലൂടെ പോകുന്നു എന്നാണ്. ജമാഅത്തെ ഇസ്ലാമി, എൻ്റെ അറിവിൽ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ഒരുമിച്ചിരിക്കുന്നത് മുസ്ലിം ഐക്യവേദിയിലാണ്. അതിൽ എല്ലാ മുസ്ലിം സംഘടനകളുമുണ്ട്, സമസ്തയുണ്ട്, എല്ലാവരുണ്ട്. വല്ലപ്പോഴും അതിനോട് തെറ്റാറുള്ളത് ഇവരുടെ കൂടെ നിൽക്കുന്ന ഈ AP സമസ്തയാണ്. AP സമസ്തയെക്കുറിച്ച് റെജി ലൂക്കോസ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് നിങ്ങളുടെ കൂടെയുള്ള ഒരു മുസ്ലിം സംഘടനയാണ്. നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് എല്ലാ കാലഘട്ടത്തിലും നിലപാട് സ്വീകരിച്ച് മുസ്ലിം ഐക്യത്തിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു സംഘടനയാണ്. മോഹനൻ മാസ്റ്റർക്ക് വേണ്ടി മെക്സവനെതിരെ ആരോപണം ഉന്നയിച്ച ഒരു സംഘടനയാണ്. PS ശ്രീധരൻപിള്ളയെ കൊണ്ട് SSFന്റെ തങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയുടെ ദേശീയ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്ന ഒരു സംഘടനയാണ്. നിങ്ങൾക്ക് അവരെക്കുറിച്ച് ഒരു പ്രശ്നമില്ല. അവരുടെ സ്ത്രീവിരുദ്ധ നിലപാടുകളെക്കുറിച്ച് നിങ്ങൾക്ക് ആക്ഷേപമില്ല. ഒരു പരാതിയും നിങ്ങൾക്ക് അവരെക്കുറിച്ചില്ല. നിങ്ങൾ നിരന്തരമായി ഈ പ്രചരണങ്ങൾ മുഴുവൻ നടത്തിയിട്ടും മറ്റൊരു മുസ്ലിം സംഘടനയും നിങ്ങളുടെ കൂടെ നിന്നിട്ടില്ല. സമസ്തയുടെ മുഖപത്രം, ഈ സുപ്രഭാതം, ഈ അടുത്ത് CPMന്റെ ഈ പ്രചാരണത്തിനെതിരെ അതീവ ഗൗരവമുള്ളതാണ് എന്ന് ലേഖനം എഴുതിയിട്ടുണ്ട്. ഈവൻ ഈ AP വിഭാഗം പോലും നിരന്തരമായി ജമാഅത്തെ ഇസ്ലാമിക്ക് CPM ഒരു അമിത പ്രാധാന്യം നൽകുന്നു എന്ന വിമർശനമെങ്കിലും നടത്തിയിട്ടുണ്ട്. റെജി ലൂക്കോസ്, മുസ്ലിം സംഘടനകളോ ആരും തന്നെ ഈ തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ ചൂണ്ടിയോ SDPIയെ ചൂണ്ടിയോ നിങ്ങൾ നടത്തുന്ന ഈ ഗുഡ് മുസ്ലിം, ബാഡ് മുസ്ലിം വർഗീകരണം നടത്തിക്കൊണ്ട് ഒരു ചീത്ത മുസ്ലിമിനെ സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾ അപ്പുറത്ത് പോളറൈസ് ചെയ്യാം, ക്രിസ്ത്യൻ വോട്ടുകളെ പോളറൈസ് ചെയ്യാം. ഞാൻ അവസാനിപ്പിക്കാം. റെജി ലൂക്കോസിനെ പോലുള്ള ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ക്രിസ്ത്യൻ വൈകാരികത ഉയർത്തി മുസ്ലിം ഭീതി പരത്തിക്കളയാം. വഖഫ് നിയമത്തിനെതിരെ കിരാതമെന്ന് റെജി ലൂക്കോസിനെ കൊണ്ട് പറയിപ്പിച്ചാൽ അത് ഒരു ഇസ്ലാം ഭീതി പരത്തിയിട്ട് ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് വോട്ട് നേടാം എന്ന അജണ്ട നിങ്ങൾക്കുണ്ടാവും. അത് ഈ സമൂഹത്തിൽ വിലപ്പോഴില്ല. മറുപടി ഞാൻ എന്റെ സമയം എക്സീഡാണ്. അല്ല, ബഹുമാനപ്പെട്ട അമീനോട് ഞാനൊരു കാര്യം പറയാം. വഖഫ് നിയമം ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറയാനായിട്ട് അടിയുറച്ചു നിൽക്കുന്നതിന് കാരണം പറയാം. വഖഫ് നിയമത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നതും തങ്ങളുടെ കിടപ്പമരം പോലും ഉപേക്ഷിക്കാൻ ഇറങ്ങിപ്പോകാനായിട്ട് നോട്ടീസ് കൊടുത്തിരിക്കുന്നതിൽ വഖഫ് നിയമം കൊണ്ടാണ് അത് എന്നുള്ള പ്രചാരണം സംഘപരിവാറിന്റേതാണ്. പരമതവിദ്വേഷം നിറഞ്ഞതാണെന്ന് CPM-ന് ഇല്ലാന്നാണ്. ഇറങ്ങിപ്പോണ്ടേ, സുൽത്താൻ ബത്തേരി എല്ലാവരും ഇറങ്ങിപ്പോണ്ടേ. അതുകൊണ്ടാണ് പറഞ്ഞത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. പച്ചയ്ക്ക് വർഗീയത പറയുമ്പോൾ താങ്കളുടെ സമൂഹത്തിൽപ്പെട്ട ജനങ്ങളോടാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത്. താങ്കൾ ഇപ്പൊ എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാ? താങ്കളുടെ സമൂഹത്തിൽപ്പെട്ട ജനങ്ങളുടെ ജീവിതോപാധിയാണ് താങ്കൾ വെല്ലുവിളിക്കുന്നത്. ഞങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ നിഷേധിക്കൂ. തളിപ്പറമ്പിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ നോട്ടീസ് കൊടുത്തിട്ട് ആരെയാ? മുസ്ലിം സഹോദരങ്ങളെയാ. നിലപാടുണ്ടോ? ചാവക്കാടാരാ? വേണ്ട. UP-യിലാരാ? ആദിത്യനാഥടുത്ത നിലപാടെന്താ? നിങ്ങൾ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് സ്വന്തം സമൂഹത്തിൽ വഖഫ് നിയമം ജനവിരുദ്ധമാണെന്നൊരു നയനിലപാട് CPIM-ന് ഇല്ല എന്ന് മാത്രമല്ല, വഖഫ് നിയമ ഭേദഗതിയോട് പോലും ആ പാർട്ടിക്കുള്ള സമീപനം താങ്കൾ പറയുന്ന ഒന്നല്ല എന്ന പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. എന്റെ സമയം ഞാനൊരു 4 മിനിറ്റ് അധികം ആയി പോയതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇടവേള.